ஹலோ காஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்றைக்கி நம்ம பார்த்தீங்கன்னா ஒரு அருமையான படம். ஆனால் இது வந்து ஐஎம்டிபியில் 8 கொடுத்துருக்காங்க. ஸோ பார்த்தா தான் தெரியும் அருமையாக இருக்குது. அதெல்லாம் நம்மளை வச்சு செய்கிறாங்க. நான் ஆமாம், ஸோ இதுவும் கமெண்ட்ஸில் நிறைய வாட்டி வந்திருக்கு. இது வந்து நிறைய அவார்ட்ஸ்லாம் வாங்கியிருக்கா. எனக்கு ரொம்ப நாள் முன்னாடி தமிழில் இதோட ப்ரொமோஷனல் வீடியோ ஏதோ பார்த்த மாதிரி எனக்கு ஞாபகம் இருக்குது. ஒரு ரோபோட் வச்சு பிராங்க்ஸ்டர் ராகுல் வந்து ஒரு ரோபோட் வச்சு அது வீடியோ பண்ண மாதிரி ஞாபகம் இருக்குது. ஸோ இந்த படத்துக்கானு தெரியல. ஸோ இன்றைக்கி நம்ம பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா ஆண்ட்ராய்டு கொஞ்சம் பென் வெர்ஷன் 5.25. ஓகே ஓகே, அதுலேயே தெரிஞ்சிச்சு சயின்ஸ் ஃபிக்ஷன்ட்டு. ஆமாம், சயின்ஸ் ஃபிக்ஷன் காமெடி ட்ராமா. ஓகே. ஸோ இந்த படத்தோட டேரக்டர் யார் பார்த்தீங்கன்னா ரதீஷ் பாலகிருஷ்ணன் பொடுவால். அண்ட் இட்ஸ் ரிட்டன் பையும் அவரே தான். எஸ், அண்ட் இட்ஸ் ஸ்டாரிங் சுராஜ் வெஞ்சரமூடு, சௌபின் சாஹிர், சூரஜ் தேலக்காட், கெண்டி ஜிட்டோ, சைஜு குரு. ஸோ இந்த படத்தோட ஹாண்ட்ரே ஒன்லைன் சொல்லிட்டீங்களே, சயின்ஸ் ஃபிக்ஷன் காமெடி ட்ராமா. ஸோ எனக்கு தெரிஞ்சு இது அந்த தமிழில் வந்திருக்கும்ல, அது பேர் என்னது? கூகுள் கட்டப்பா. ஆமாடா, ஆண்ட்ராய்டு கட்டப்பா. ஓகே. ஸோ இது வந்து தமிழில் பார்த்தீங்கன்னா கூகுள் குட்டப்பான்னு வந்திருக்கு. அங்கே பார்த்ததில்ல, தமிழ்லேயும் வந்திருக்கு. பட் நம்ம ஒரிஜினல் வெர்ஷனே பார்க்கலாம். ஸோ இது அந்த படத்தோட காஸ்டிங் எல்லாமே. ஸோ இதுக்கப்புறம் நம்ம கூகுள் குட்டப்பா வெர்ஷன் 5.25 ரியாக்ஷன் போகலாம். Coffee, please. Coffee. அச்சுடுமா? ஐயோ, ஸ்கேன் பண்ணாண்டா வரும். പവിത്രം വെള്ളം നനച്ച് മോതിരവിരലിൽ അണിയുക. മോതിരവിരലിൽ ഞാൻ ഈ വിരലിനെ മോതിരമിടുന്നത്. ശരി. നെല്ലും അരിയും വെള്ളം നനച്ച് വെലിത്തറയിൽ അർപ്പിക്കുക. കറുകപ്പുല്ല് വെള്ളം നനച്ച് വെലിത്തറയിലിടുക. നേരത്തെ തുടങ്ങിയാണ്. കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് 7 പുണ്യ നദികളെ മനസ്സിൽ ധ്യാനിച്ച് അതേതല്ല ഗംഗ, കാവേരി, அவருக்கும் தெரியல. വെലിത്തറയിൽ അർപ്പിക്കുക. ചോറും തൈരും നന്നായി കുഴച്ച് 14 ഉരുളയാക്കിയിട്ട് അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് 14 പ്രാവശ്യം വെലിത്തറയിലിടുക. അല്ല മാധവ, ഈ 14 പ്രാവശ്യം എങ്ങനെയാന്ന്? எப்படி இருக்கல പിന്നിപ്പം നല്ലോണം കഴിക്കലുണ്ടായിരുന്നു. 14 ഉള്ളിയൊന്നും ഓന് പോരാ. ഞാൻ മനസ്സിലാവഞ്ഞിട്ട് ചോദിച്ചാന്ന്. 14 16 എന്ത് മരിക്കില്ല, നീ കണ്ടിനാ? എന്നാ നീ പറ എത്രയാന്ന്? ആ, നീ ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു എന്ന് പറയാം. എപ്പോ കഴിയും? ഒറ്റ മിനിറ്റ്, നമ്മ ഇപ്പൊ നോക്കും. എന്താടോ? ഒരു ജോലി ശരിയായിട്ടുണ്ട്. രാജിവെച്ചിട്ട് കേക്ക് ബാംഗ്ലൂരാന്ന്. എനിക്കൊരു പണിയില്ല എൻ്റെ ചങ്ങായി. എറണാകുളം പോയി ജോലി ചെയ്യാൻ തന്നെ നിന്റെ അച്ഛൻ സമ്മതിക്കൂല. എന്നിട്ടാ ബാംഗ്ലൂർ. നീ അച്ഛനെ കൂടെ കൂട്ടിയാലും ആലോചിക്കുന്നു. അത് നല്ലതാ അച്ഛൻ. പക്ഷേ വേറെ രീതിയിൽ പറയുന്നില്ല. അതെ, ചത്തിട്ടാ കിട്ടിയത് അച്ഛന്റെ ബോഡിയല്ല. ചത്തു വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? 14 വേണോ 16 വേണോ, തൈര് കുഴച്ചിട്ട് കൊടുക്കണോ, എല്ലാം നിങ്ങളെ വിലയിടലിന് തീരുമാനിച്ചാൽ മതി. എന്റെ അച്ഛന് ചായ കൊടുക്കണോ ചോറ് കൊടുക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചടങ്ങിന് വന്നതിന് ചായ കുടിച്ചിട്ട് പോയാ പോരെ, വെറുതെ കച്ചരാക്കാൻ നിൽക്കുന്നു. ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കലില്ല. എന്നാ പിന്നെ പോയിക്കൂടെ? അച്ഛാ, സുബ്രഹ്മണ്യം പിടിച്ചിട്ട് കൊണ്ടുപോയി ആളാ. കട്ടുകടുപ്പം സൗബിനോട് അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞപ്പ നാട് വിട്ടുപോയതാ. ഓൻ ചത്തിട്ടൊന്നുമില്ല.
ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞ് ബലിയിടുക. ഓൻ ചെയ്യുന്നതാണ് കടുപ്പം. അതും കുഴപ്പം തന്നെ മാമ. പത്രം മാമന്റെ ഷുഗർ കൂടിയിട്ടുണ്ട്, മെലിഞ്ഞിട്ടുണ്ടല്ലോ. മാമ ഇന്നലെ രാത്രി ടി വിയിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി. കുറ്റപത്രം. കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും. ഒരു അയൽവാസി തലക്കടിച്ചു കൊന്നു. അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. അല്ല മാമ, ചെക്കൻ ഒരു പണി റെഡിയായിട്ടുണ്ട് ബാംഗ്ലൂര്. 1 ലക്ഷം രൂപ ശമ്പളം. മാമനും അവിടെ പോയി നിൽക്കാം, ഈ വീട് വാടകയ്ക്ക് കൊടുക്കാം. ഒരു 10 റുപ്യ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ആടെയാകുമ്പം തലക്കടിയൊന്നും ഇല്ലല്ലേ. கொட்டாரத்தில் அப்படியா? ஆமாம். இந்த ஃபர்ஸ்ட் சீனில் தானே அவன் രാത്രിയത്തെ കിടത്താൻ സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാൽ മതി. അത് എവിടെ പോയാലും ശരി. അച്ഛാ ഞാൻ അരക്കണം. അറിഞ്ഞിട്ടുണ്ടോ നോക്കും. ആ അതറിഞ്ഞല്ലോ. ആ എന്നാ അറിഞ്ഞിട്ടില്ല. നീ അരച്ച എത്ര അറിയൂ, അത് അരക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛാ உன் அப்பா பார்த்துக்கிட்டு അച്ഛാ പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല, പോയി അന്വേഷിക്കണം. ആ നീ എവിടെ പോയി? ഇവിടെ ഗ്രൗണ്ട് വരെ. തോക്കൂന്ന് പേടിയില്ലെങ്കിൽ ഒരു കളി കളിച്ചോ. നോക്കുന്ന പേടിയുണ്ട്. ആ വാട കുറച്ച് സമയം രാത്രി ആയിരിക്കാം, പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഇങ്ങോട്ട് വരില്ലല്ലോ. அப்பாவோட டைமே ബസ്സിൽ കിട്ടിയ പണി ബാംഗ്ലൂർ? ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അല്ല ഞാൻ ശരിക്കും പറഞ്ഞാടാ, ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ. ബസ്സിലാണ് കിടക്കേണ്ട പണി ബാംഗ്ലൂർ. വയസ്സന്മാരെ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടിൽ. ഈ ഡോക്ടർമാർ എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? എന്റെ പൊന്നോ അതേട്ടാ, ഞാൻ എവിടെയും പോണില്ല. എന്നെപ്പോലെ ബേട്ടാ നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോവോ? അർജന്റാ. എന്തിനാ നിങ്ങൾ അച്ഛൻ വീണു. ഇത് പറ്റിയേ? ആ അലക്കുന്നിടത്ത് വീണതാ. ഭാസ്കരാ ഒന്ന് ഒറ്റക്ക് ജീവിക്കുന്ന മോനൊരു കല്യാണം കഴിച്ചു കൊടുത്തൂടെ? சொல்றதுக்கு வந்துருவாங்க. ഗുളികയൊന്നും കഴിക്കില്ല അല്ലേ? മെല്ലെ പറഞ്ഞാൽ മതി, അച്ഛന് ചെവി. ഞാൻ കഴിക്കലുണ്ട്. ഭാസ്കരേട്ടാ ഇങ്ങനെ ഗുളികയൊന്നും കഴിക്കാണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടാ. എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ്, ബാക്കിയിലേക്കും പ്രശ്നമാണ്. டார்க் ஹியூமர் போயினே இருக்குது. മിസ്റ്റേക്കല്ലേ? ഏയ് എന്തിനു? എനക്കിനിപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വളരെ പഴകിയ അസുഖമല്ലേ, എപ്പോഴാ തട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിലെ പണിയല്ലേ നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ. എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യില്ല, അയാൾക്ക് വയസ്സായില്ലേ. പിന്നെ നീയും സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോ. നീ ഇലക്ട്രോണിക്സ് അല്ലേ? ഇല്ല നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? ஓய் பாட்டை பார்த்தியா? ഒരു ഹോംലെസ്സിന് വേണത്. மணி சித்திரத்தை അനക്കല്ല, വീട്ടിലെ കാര്യം നോക്കാൻ അച്ഛനും നോക്കാൻ ഒരു ഹോംലെസ്സിന് വേണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്നെ നോക്കുന്നത് പുല്ലേട്ടൻ പിന്നെ ഹോംലെസ് സേഫല്ലാന്നാണ്. അവരതിന് കട്ടോളൂ. ആടെ കക്കാനൊന്നുമില്ല, ആകെയുള്ള അച്ഛനാണ്. ആ പെരുമ്പേല് ഒരു ഏജൻസി ഉണ്ട്, അവിടെ നല്ല നോർമൽസ് കിട്ടും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞു. ஐயோ അച്ഛൻ അതല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹോംലെസ്. क्या बनाओ साहब खाने में? എന്താ കഴിക്കാൻ വേണ്ടെന്ന് കൊണ്ട് പോടാ. ஐயோ അടുക്കള കൊള്ളാലോ, അച്ഛനുണ്ടാക്കുന്ന അതേപോലെ ഉണ്ട്. ഞാൻ എന്നെ ഉണ്ടാക്കി. सर जी बड़े साहब कुछ काम नहीं करने देते मुझे, खाना भी पूरा उन्होंने ही बना दी. പൊതുവാളാണോ ഇവര്? എന്റെ ഭാസ്കര പൊതുവാള് എന്ത് നായര്, എന്ത് പൊതുവാള്. ஓ கேஸ்ட் അരിയാളിന്റെ ഉന്നത കുലജാത ഒരു പെൺകിടാവാണ്. ഇവിടുത്തെ പൊതുവാളെ കാട്ടി മേലാണ് അവിടുത്തെ ഉന്നത കുലജാത അല്ലേ? டேரக்டர் பேர் பின்னாடி இருந்துச்சுல்ல? നീ അത്രക്കാരനല്ലാന്നറിയാം. கை என்னடா அப்படி இருக்கு வருது? ഒരു കയ്യില്ല. ஆ ഗർഭിണിയാണ്, ഛർദിയോട് ഛർദി. शुगर वाला है. यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ, ठीक है? ടീക്കെ അല്ല, വി കെ ഭാസ്കര പൊതുവാൾ. பண்ணிருக்காங்க. വേണമെങ്കിൽ ഭാസ്കര ശരി, ശരി. പോയിക്കോ. ठीक है. ശരി എന്ന് പറഞ്ഞു. ശരി കുറെ നമ്മളുണ്ടല്ലോ വൈറസ് ആയിരിക്കും, പൈസ പോവേ. இல்ல வேலையே இல்ல. என்ன வேலை பாரு, பக்கா பெர்ஃபார்மன்ஸ். എന്നോട് ഈ സാധനത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ? കഴിക്കില്ലല്ലോ.
ഒന്ന് നിന്നേ അച്ഛാ, ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം. എനിക്ക് വയസ്സ് 34, മുടി നോക്കി എല്ലാം പോയി തുടങ്ങി. ഈ രണ്ടും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭരത് ഗോപിയാവും. ഒപ്പരം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി. എവിടെ പോണു? പണിയുണ്ട്. എൻ്റെ ചങ്ങായി, എനിക്കൊരു പണി ശരിയായിരുന്നു. ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോകുന്നു. അച്ഛൻ്റെ പോര്. ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക്. കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞു എന്നെ പോലെ തന്നെ. കണ്ട എല്ലാം ഒരേപോലെ ഇരിക്കും, ഒരുമാതിരി ചൈനക്കാരെ പോലെ. അച്ഛാ, ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ, റഷ്യയിലാണ് ഓഫീസൊക്കെ. അതെന്നെ ഒരു തട്ടിപ്പല്ലേ? ജപ്പാനിലെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത്? ആടാന്ന് നീ കഞ്ഞിയും കുളിച്ചിട്ട് ഈടങ്ങാൻ പണി കിട്ടും. അച്ഛനെ എഞ്ചിനീയർ ആക്കിയത് ഈ പയ്യനൊരു പണിക്കോനാണോ? പിന്നെ റഷ്യ എവിടെയാണ്? 4 വർഷത്തെ കാര്യമുള്ളൂ. കുറെ മലയാളികളുണ്ട് അവിടെ, ചങ്ങായിമാരുണ്ട് അവിടെ. പറ്റും. അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ നൈസിൽ ഇട്ടു വെക്കും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു അടിപൊളി ഓംനേഷനോട് വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ. ചിലപ്പോൾ അവിടെ തന്നെ. ഞാൻ വീണ്ടും പറയുന്നത് ഹോംലെസ് അത്ര സേഫ് അല്ല. ഞാൻ പറയുന്നത് നമ്മുടെ ആ സീതളേട്ടൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങളെ നിൽക്കില്ലേ കാർത്തികന്, അവരെ വിളിച്ചോ? അവരുണ്ട പ്രായമായി. ഞാൻ പറഞ്ഞ അതല്ല, ഈ പ്രായ പെണ്ണുങ്ങളെ വെച്ചാണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും സൂക്കേട് വന്നാൽ അവരെ നോക്കാൻ ഒരാളെ വെക്കേണ്ടി വരും. ഭാസ്കരനെ നോക്കാൻ വേണ്ടിട്ട് കാർത്തേനേച്ചി നോക്കാൻ വേറൊരു ഹോം നഴ്സ്, 3 ആളും കൂടി ആ വീട്ടിൽ നല്ല രസമായിരിക്കും. കാർത്തികനേച്ചി ഹോം നേഴ്സ് ആണല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റിയ അവരെന്നെ അവര് നോക്കിക്കൊള്ളില്ലേ. അന്തലേടി ആവുന്നതാ. ഓ, ഒരാൾക്ക് ഇത്രയും വലിയ വീടാ? ആള് കുറെ ഉണ്ടായിനി, കുറെ ചത്തുപോയി, കുറെ പുറത്തു പോയി. എന്നാലും എന്തെന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം, ആള് കുറയുമ്പോ വീണ്ടും സൈസ് കുറക്കാൻ പറ്റും ഇല്ലല്ലോ. വാ, എങ്ങനെയുണ്ട്? ഒന്നുമില്ലേടാ. കാർത്തികനേച്ചി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് നിങ്ങളെ വെച്ചേക്കുന്നത്? ഒന്നുമില്ലാണ്ട് ഞാൻ എന്തുണ്ടാക്കാൻ? മിക്സിന്റെ ഗ്രൈൻഡർ ഉണ്ടാ? ആ, അതാ രസം. മാമിന് ഒന്നും പറ്റൂലെന്ന്, എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. സീരിയല് കാണാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. എന്താ പറയാ, ജീവി ചെലവാവൂല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും. പക്ഷെ ഞാൻ മാമനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരും. എന്നാൽ നിങ്ങൾ മിണ്ടി പറഞ്ഞേക്കായിരിക്കും, ഞാനൊരു പോയി കൂട്ടിയിട്ട് വരാം. ചേട്ടാ, 2 ദിവസമെല്ലാം കണ്ടിട്ട് ചെറിയ പ്രശ്നം. ആ മറ്റേ പയ്യൻ വീട്ടിൽ ഓമനട്ടിന്റെ മുകളിൽ ഒരു ചുരിദാർ അടിക്കാൻ തന്നെ ചെറുങ്ങിനൊന്ന് ടൈറ്റ് ആയി പോയി. വൈകുന്നേരം അവൾ ഏട്ടൻ തല്ലാൻ വരുന്നിട്ട് പറഞ്ഞു. ഇപ്പൊ 2 ദിവസം ഒളിവിലായി. വീട് തുറന്നിട്ടാ പോലീസ് വിളിച്ചാ? മണിയേട്ടാ, സ്ട്രോങ് തന്നെ കുറക്കണ്ട. മുരളിയേട്ടാ, ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റിയിൽ നിന്ന് മുരളിയേട്ടനെ മാറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാ. അമ്പലത്തിന് മുരളിയേട്ടനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാ പൊതുവേ പറയുന്നത്. ഏലക്കായി അനിയനല്ലേ? ശരി തന്നെ മുരളിയേട്ടത്. ടീ കുടിക്കൂടാ. അതിന്റെ വീട്ടിലെ പുതിയ വാടകക്കാരാ, വയനാട്ടിൽ നിന്നാ. മോളെ പഠിത്തത്തിന്റെ ആശുപത്രി ഇങ്ങോട്ട് മാറിയതാ. വാടകന്റെ കാര്യമൊക്കെ ഒരു ചായ എടുക്കട്ടെ? ഇരിക്കുന്നേ, ആദ്യമായിട്ട് കട വന്നിട്ട്. അല്ല, അതല്ല, മോള് വീട്ടിൽ ഒറ്റയ്ക്കല്ലോ. അതൊന്നും സാധിക്കും. ചായ നമ്മുടെ ചായ ഫേമസ് ചായ. ഭാസ്കരനല്ലേ? അതെ, ഞാൻ രമണൻ. അതിന് എന്റെ ചന്ദ്ര സോപ്പും കണ്ടെടുത്തേ. ഞാൻ എന്റെ സോപ്പൊന്നും എടുത്തിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞാൽ രാവിലെ ആള് സോപ്പ് എടുത്ത് കിടന്നുണ്ട്. ആടെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ല. നമുക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ആടെ നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് കാക്കൊന്നും முன்னாள் காதலி இவ்வளவு. മാമന് ഷുഗർ വീണ്ടും കൂടിയിട്ടുണ്ടെന്ന് തോന്നലോ മാമ? അല്ല, മെലിഞ്ഞ് കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട്. ഒരാളെ ഉണ്ടോ? ഭാസ്കരേട്ടൻ. ഞാൻ ഇപ്പൊ പോവും, സുബ്രഹ്മണ്യൻ നാളെ പോവും. അല്ലെങ്കിൽ ഞാനിപ്പോ പോവേ. என்னடா இது குங்ஃபு ஸ்டைல்
ആദ്യത്തെ ദിവസമായതുകൊണ്ട് കേട്ടാ ഇത്രയും ചോറും കറി ധൈര്യമായിട്ട് കഴിച്ചോ സാറേ. എന്റെ അച്ഛൻ ആസലും ബിരിയാന്ന് ചേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ പറ. അച്ഛന് കുറച്ച് നിബന്ധനകളുണ്ട്. ഈ മിക്സിയിലും ഗ്രൈൻഡറിലും അരച്ചത് പാടില്ല, 4 മണിക്ക് ചായ, 3 നേരം ഗുളിക, മുൻകോ കൊണ്ട് വച്ച വെക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല. അതൊക്കെ ഞാൻ മനസ്സിലായി. പ്രസന്റേറ്റം പറഞ്ഞതാണ്. അതൊക്കെ പറയാൻ തന്നെ അറിയട്ടാ. ഇങ്ങനെ എത്ര ബാധുണ്ട് ഇതൊക്കെ എന്തെന്ന് എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ പോയി കൈ എപ്പോഴാ പണിയിരുന്നു? അച്ഛാ ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല. അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടമില്ലാണ്ടൊന്നുമല്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വെക്കും. സത്യം കേട്ടോ. പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ. പശുവൊന്നുമല്ലല്ലോ. മുളക് കൊണ്ടോടെ പാക്ക് ചെയ്തു. മാമനും പോകുന്നു റഷ്യയില്. പശുവിനാര് നോക്കും? പശുവാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ പശുവൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ അടയില്ലേ? ഞാനങ്ങോട്ടും വരുന്നുമില്ല, എനക്കൊരു തകരാറുമില്ല. തകരാറുള്ളവരാണോ റഷ്യ പോകുന്നത്? എന്റെ പ്രസന്റേറ്റാ. നിന്നെ ഉദ്ദേശിച്ചല്ല, എന്റെ ഒരു ഇന്ററാക്ഷൻ. മുരുകൻ സെല്ലാ ശരിയാണ്. നാട്ടിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവരാ നാട് വിട്ടു പോകുന്നു. അറ്റാക്ക് പെണ്ണുങ്ങളെ കൊള്ളൽ എനക്ക് തന്നെ ധൈര്യമൊന്നുമില്ല. അപ്പോഴാ പെണ്ണുങ്ങൾ അകത്തുനിന്ന് വെക്കച്ച പുറത്ത് വെക്കാൻ കടുപ്പം കാര്യം. അത് സാരമില്ല തന്നെ, വലിയ ദുരുദ്ദേശം ഒന്നുമില്ലല്ലോ. നല്ല ചിരിയാണല്ലോ. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഭയങ്കര ചിരിയാണല്ലോ. ചിരിച്ച Hey, Valapalam, how come I was not informed that the IC is not in supply? With this kind of irresponsible behavior, we are not going anywhere forward. What's wrong with you? You should be more meticulous about things like this. மெக்கானிக்கல் இன்ஜினியர் தானே எலக்ட்ரானிக் ஒன்று எலக்ட்ரானிக்கை பார்த்துங்க. ஜப்பான் அதனால ஜப்பான் மியூசிக் போட்டு ஜப்பான் மியூசிக் போட்டாங்க. ஒரு பார்ட்ஸ்லாம் ரெடி பண்ணுவாங்க. நீங்கள் அப்படின்னா கூட மெக்கானிக்கல் இன்ஜினியர் என்ன பண்ண போறாரு? அது இரும்பு வெல்டிங்லாம் பண்ணுறது. என்ன இது? சும்மா இருந்தாலும் குடிச்சுலாம் வேற பார்க்காங்க. சும்மா இருந்தாலும் சண்டை அடிச்சிருக்கேன். நல்லா இருக்கும். ஒரு ரஷ்யா ஹிட்மேன் வர கூடாது. என்னடா பிரச்சனை? உனக்கு நல்லா தாண்டா இருக்குது. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അറിഞ്ഞില്ലേ? ദൈവമേ, ആക്രമിക്കാൻ വന്നെയായിരിക്കും. Subramaniam, right? Yes, yes. Hi, Hitomi. You are a Malayali, right? Yes, yes. എനിക്ക് കണ്ടപ്പോഴേ തൊണ്ണി മലയാളിയാണ്. മലയാളം മലയാളം എങ്ങനെ അറിയാം? I'm born in Botafia. But എൻ്റെ പാപ്പ മലയാളിയാണ്. വീണു. വീണു? എങ്ങനെ വീണു? വീണു. VENU. വീണു. And my mom is from Japan. ഇന്റർനാഷണൽ. Funny. ജനിച്ചിട്ടും വളർന്നതും ഈടാണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാനൊരു മലയാളിയാണ്. പാപ്പ അങ്ങനെ വളർത്തിയാൽ. അത് മലയാളം കേട്ടപ്പോഴേ മനസ്സിലായി. താങ്ക് യു. മലയാളം പറയാൻ ഒരാളെ കിട്ടാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. നാട്ടിൽ പോകാറുണ്ട്? സുബ്രഹ്മണി ചാൻസ് കിട്ടില്ല. പാപ്പ മരിച്ചു. ഇനി നാട്ടിലാണില്ല. അച്ഛൻ പറ്റി? That doesn't looks like a Kerala name. Papa was an Alzheimer's patient. അപ്പോൾ എങ്ങനെയായിരുന്നു അച്ഛനെ നോക്കിയിരുന്നു? വീട്ടിൽ മുരുകർ ഫോട്ടോலாம் വെച്ചു. ഞാൻ പബ്ബിലൊക്കെ പോയി വീട്ടിൽ എത്തുമ്പോഴേക്കും രാത്രി ആക്കുമല്ലോ സുബ്രഹ്മണി. ചുപ്പെന്ന് വിളിച്ചോ? അതാകുമ്പോൾ നാക്കും പഠിക്കേണ്ട, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. We Malayalis are so funny. ബൈൻഡ്
അതിനുശേഷം അച്ഛന് എപ്പോഴും പേടിയാണ് അച്ഛനെന്തെങ്കിലും പറ്റുമോ. കൊച്ചിയിലും ബാംഗ്ലൂരിലും ഒരു 4 കമ്പനിയിലാണ് ജോലി ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരു 3 മാസം. അപ്പോഴത്തേക്കും അച്ഛൻ എന്തെങ്കിലും വിഷമം പറഞ്ഞ് എന്നെ വീട്ടിൽ പോയി. വേറെ ചൊറിയൊന്നുമില്ല കേട്ടോ, എപ്പോഴും ഒപ്പിനെ വേണം അച്ഛൻ്റെ കൂടെ. ഇങ്ങനെ പോയി ശരിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനത്തെ വഴക്കിട്ടിട്ട് ഇവിടെ ജോലിക്ക് വന്നത്. അടി പൊട്ടാറ് പാവം അച്ഛൻ. പയ്യൻ കുടിച്ചിട്ടാണ് ടെക്നാളജി. வேலைக்கு மாதிரி இருக்கிறது சாப்பாடு செய்யலையா? பிடிச்சிட்டான். மலையாளியா அவ்வளோதான். கெமிக்கோ இது நல்லா ஏறி சொல்லு. എന്തെന്നത് മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം അത്? എനിക്ക് ഇന്നലെ തലവേദന ആയിരുന്നു ഏട്ടാ, ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. മരുന്നേക്കണ്ടേ? ഇനി മുതൽ എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി. നമ്മളെ വേലക്കാരിയല്ലേ ഞാൻ. ഒരു ലേഡീസ് അല്ലേ ഞാൻ? എന്റെ ഫേസ് അല്ലേ എന്ത് വരുന്നേ? പോരാറില്ല. എന്താ വേണ്ടേ? കുറച്ച് സാമ്പാർ. കുറച്ച് സാമ്പാർ എടുക്ക. എന്താ എനിക്ക് ഭാസ്കട്ടൻ രാവിലെ 8 പോയി. എങ്ങോട്ട്? ലൂസ് മോഷൻ. ലൂസ് മോഷനെ ശ്രദ്ധിക്കണം. തന്നെ പ്രായമില്ലേ? ജലൂസ് കൊടുത്താൽ മതി. ഭക്ഷണത്തിൽ നിന്നായി പുറത്തുനിന്ന് കൊടുത്തില്ല. രാത്രിത്തെ ചോറും സാമ്പാറും ഇവിടുന്ന് വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ പോകുന്നത് സാമ്പാർ പോലെ. ഓ സமையൽ சேர்த்தில்லையா அது? വേണ്ട. പിന്നെ സാമ്പാറാന്നോ അവിയിലാന്നോ നോക്കല്ലേ എന്റെ പണി. ആത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. പ്രസന്നേട്ടനെ ചീത്തയും പറഞ്ഞു. ഹോം നേഴ്സ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ചേച്ചിമാരായിരിക്കുന്നു. ഇത്ര വലുതായിട്ടും പുടത്തിരങ്ങ പോൽ സബ്ജിച്ചു പൊന്നുമേനെ പഠി. പാപ്പ ബെറ്റിലായിരുന്നെങ്കിലോ കൂടെ ഉള്ളത്തെ ഒരു ധൈര്യമായിരുന്നു. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റവർക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ. റഷ്യയിലുണ്ട് പറഞ്ഞ വീട്. മാമന് നല്ല സുഖമില്ല. ആ കാർത്തികനി ശരിയല്ലാന്ന് അവര് ശരിക്കും നോക്കുന്നില്ല. അയ്യോ അമ്മ വേറൊരാൾ ഏർപ്പാടാക്കി പ്രശ്നേട്ടാ. അതൊക്കെ വെച്ചു. ആരെ വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെറുതെ 10,000 രൂപ മാസം കളയാന്നല്ലാതെ
அவர் யார் இருந்தாலும் கொஞ்ச நாள் இதுவே All well? അവർ പ്രഗ്നൻ്റ് ആവാറില്ല അത്. ഞാൻ തിരിച്ചു പോയെന്നാലോ. Look, Kyoto Dynamic is very happy with your performance. And they have some plan for you. So you have to stay here. പോണം. അച്ഛൻ തനിച്ച ഒരു സപ്പോർട്ട് വേണം. ரொம்ப நல்ல டிசிஷன். குட், வெரி குட். இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி டு லுக் ஆஃப்டர் அவர் பேரண்ட்ஸ். ஆனால் வேற யாராவது அது பண்ணலான்னா நீ எதுக்குடா ஒரு கிராமத்தில் ஒரு லைஃப்பை தொலைக்கிற? ഹോട്ടലിൽ തിരക്കായി പോയി, അത് എയർപോർട്ടിൽ വരാൻ പറ്റുന്നത്. അതങ്ങനെയാണല്ലോ. ശരി. റോബോട്ട് ചുമ്മാ ഇത് കുറേ ഉണ്ടല്ലോ, നിന്നെ കൂടെ ഒറ്റയ്ക്കാവും തോന്നില്ല. ഒരു ഹെൽപ്പ് ആക്കണം, വാ. ഇവനെ കണ്ടതെന്നു ഇല്ല കൂലിക്കാരെ വിളിക്കേണ്ടി വന്നു. நான் பாட்டுக்கு போயிருந்தேன். 4000 ഉറുപ്പ്യക്ക് രോഗിനെ നോക്കാൻ കുഴപ്പമൊന്ന് ഷെയ്ക്കിനെ കൊണ്ടുവരണം. ഇതിനേക്കാളും വലിയ നിന്റെ അച്ഛനല്ലേ അത്? നീ അല്ലേ ഞാൻ ഇവിടെ കൊണ്ടാക്കി? വേറെ ആളെ നോക്കണം. இவருக்கே ஒருத்தர் தேவை. ഞാൻ പോവാൻ 2 ആഴ്ചയിൽ 4 കൊണ്ടാ. ഡ്രൈവർ ആ പെട്ടി കൊടുത്തോ. നീ എന്താ പെട്ടെന്ന്? അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അതെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്താ ചായ പോലും കുടിക്കാണ്ട്? മാമന് സർപ്രൈസ് ആയിക്കോട്ടെ തരുന്നു. ഓഫീസിലേക്ക് കൊടുക്കാം. അച്ഛ എഴുന്നെല്ലാം പുറത്താ പോകുന്ന. അച്ഛൻ കണ്ണട മാറ്റ സമയമായിട്ടാ. കണ്ണട മാറ്റി ഒട്ടും കാണാൻ പറ്റൂല. അതല്ല, ഈ കണ്ണട മാറ്റിയിട്ട് പവറുള്ള കണ്ണട വെക്കണം. ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകും. ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൊണ്ട് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അച്ഛാ. கூட்டு போனிதான்டா. அவரு தான் வர மாட்டாருடா. இதுக்கப்புறமும் அவர் எங்கே போறாருங்க? കുറച്ച് ചൂടുവെള്ളം എടുത്ത. ஐயோ இப்போதானே ஸ்டார்டிங் ஷாட் என்ன ஆகுது? ஒரு கோவக்காரல்ல ஒரு. അച്ഛാ ഒന്നിങ്ങ വന്നേ. എന്താടാ ഇത്? Hello, Mr. Bhaskaran. I am version 5.25 by Kyoto Dynamics. Good evening. Glad to meet you. ഇതാ ഞാൻ പറഞ്ഞ പുതിയ ഹോം നേഴ്സ്. നീ എന്നാ പോന്നു പറഞ്ഞു? നാളെ തന്നെ പോക്കോ. പോകുമ്പോ ഈ സാധനവും കൊണ്ടുപോകണം. മലയാളം റെക്കഗ്നൈസ് പண்றது. നീ ഇരുമ്പും കഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ. അച്ഛൻ അതിനൊരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി. അച്ഛൻ പറയുന്ന മാത്രം കേൾക്കാനുള്ള ഒരാള്. എനിക്കങ്ങനെ ഒരുത്തിയുടെയും ഒരുത്തന്റെ അന്നൊരു കുഞ്ഞായിട്ട് കണ്ടാൽ മതി. ആ ഇല്ല കുഞ്ഞിനെ ഞാൻ ബാധ്യത. അപ്പോഴാന്നൊരു യന്ത്ര കുഞ്ഞ്. മിക്സിയും വേണ്ട, ഗ്രൈൻഡറും വേണ്ട, ഫ്രിഡ്ജും വേണ്ട, ഫോണും വേണ്ട, ടിവിയും വേണ്ട, മനുഷ്യന്മാരും വേണ്ട, ഒരു റോബോട്ടും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും അച്ഛാ? ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി. ഇനി നിനക്കുണ്ടാകാൻ പോകുന്നത് എങ്ങനെ തായിട്ടോന്ന് കണ്ടറിയാം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറ. നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു. നീ റഷ്യയിൽ പോയതും ഇവിടെ ഹോം നേഴ്സിനെ നിർത്തിയൊക്കെ എന്നോട് ചോദിച്ചിട്ടാ? ഇല്ലല്ലോ. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? അത് അച്ഛൻ പറയണോ? അതിന്റെ കടമയല്ലേ? സ്നേഹം എന്ന് പറയുന്ന കടമയല്ല, അതൊരു അറിവാണ്. അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബഹളം, പ്രസംഗവും സിനിമ ഡയലോഗും. അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ? ഞാൻ അച്ഛനെ ഒറ്റക്കാക്കി പോയതിനു ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല. പ്രസന്നേട്ട കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചാ എടുക്കണ. ഇവിടെ എന്തെങ്കിലും ആയോ, ഇവിടെ എന്തെങ്കിലും ആയോ എന്ന് അറിയോ? അപ്പൊ ഞാനല്ല പ്രശ്നം, എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലാതിയാണ്. ചികിത്സ അതിനാണ് വേണ്ടത്, അല്ലാതെ എനക്കല്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. രാവിലെ എന്റെ അച്ഛന്റെ ചായയും ഉച്ചക്കുള്ള ചോറും രാത്രിക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വൈകിട്ടത്തെ ചായ ഇനി എന്താണ്? ഞാൻ പറഞ്ഞൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ.
പോയിട്ട് ജോലിയും രാജിവെച്ചിട്ട് വേഗം വാ. Good morning, Mr. Bhaskaran. Chaya. കുടിച്ചു വെച്ചാ ജപ്പാനിലെ ഉന്നത കുളി ஒரு ஃபைட் பண்ணுறது. Mr. Subramanian, would you like to have some tea? Mr. Bhaskaran. Chaya. നിന്നോടല്ലേ പറഞ്ഞ എനക്ക് വേണ്ട. പറഞ്ഞില്ല, മിണ്ടാതെ പോയി. അതിനർത്ഥം അതാണ്. Copy that. Chaya, എന്ത് ചെയ്യണം? പുഴുങ്ങി തിന്നു. Sorry, wrong command. Chaya, പുഴുങ്ങാൻ പറ്റില്ല. എന്നാ നീ കുടിച്ചോ. ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല. ഇവനെ ഞാൻ കൊല്ലു കേട്ടോ. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാൻ ആവില്ല. ചായ എന്ത് ചെയ്യണം? കൂടെ ഒഴിക്കും. ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല. നിർബന്ധിച്ചാൽ ചെയ്യും. നീ വിവരം അറിയും. വെരി ബാഡ്. ഓനുണ്ടാക്കിയ വേണ്ട. അത് എൻ്റെ റൂം, ഇത് സ്റ്റഡി റൂം, ഇത് പൂജ റൂം. ആരാണ് പൂജ? പൂജക്കുള്ള മുറി. പൂജ അല്ല, അതിന്റെ സൂക്കേട് വേറെ ആണ്. എങ്ങനുണ്ട് 5.25? എന്നെ നോക്കാനാണെങ്കിൽ ഓക്കെയാണ്, അച്ഛനുപയോഗിക്കും തോന്നല്ല. Please make it happen and come fast. We all miss you. ഓക്കെ. வேற குள்ளமான ஆளை வச்சு பண்ணிட்டு ആഷ് ചാരം. ഇന്നലെ കത്തിച്ച വിറകിന്റെ ചാരം ആവശ്യമില്ലാത്തോണ്ട് പുറത്തു വെക്കുന്നു. ചെടിക്കും തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം. Copy that. കണ്ടാച്ചാ, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാന്നേ ഉള്ളൂ. എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത്? അല്ലടാ, பைக்ல பாத்துட்டு போவான்ல. அடி பொழுது அடி விடும் பொழுது நைன் பண்ணு பயமகரானால ഇതാരാന്നും ചാരക്കൂട്ടിൽ കൊണ്ടുവച്ചത്? മിസ്റ്റർ ഭാസ്കരൻ, പ്ലീസ് ഡോണ്ട് ഷൗട്ട്. BP കൂടും. തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും ഞരമ്പുകൾക്ക് മർദ്ദം താങ്ങാനാവാതെ പൊട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് കട്ടപിടിച്ച് ഹൃദയത്തിലേക്കുള്ള പമ്പിംഗ് നിൽക്കുകയും ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ്. മുറി വൃത്തിയാക്കിയപ്പോൾ കണ്ടു ചാരം തൈക്ക് വളമാക്കാം. ഈ വീട്ടിൽ ഒരാൾ മതി, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. നീ എന്ത് പണിയാണ് കാണിച്ചത്? അതിന്റെ അമ്മയും അച്ചാച്ചനുമാണ്, ഒഴുക്കാൻ വെച്ചതാണ്. ഒഴുക്കിയാൽ അവർ മരിക്കും, പക്ഷെ കിടക്കാനും ബുദ്ധിമുട്ടായിരിക്കും. തിരക്കുള്ള മക്കളെ പറ്റ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും. സുബ്രഹ്മണ്യന് എന്ത് തിരക്ക്? ഹീസ് കംപ്ലീറ്റ്ലി ഫ്രീ. ചോദിക്കേ, ഓനോട് തന്നെ ചോദിക്കും. ஸ்டார்டிங்கில் விளாண்டு தரல, யாரும் கூட விளாட முடியாம ஓ அது பாடுதா? நியூ எமோஷன். இப்போதான் சிரிக்கிற எமோஷனை கேப்சர் வந்து. എന്ത് ചെയ്യണം? ഈ കുറച്ചു നേരം ഉറങ്ങും, നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ഒരു റോബോട്ട് ഉറങ്ങാറില്ല. താങ്കൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം.
shutting down. என்னடா பார்த்தா கிளைமாக்ஸ்ல சண்டை போடுற மாதிரியே பண்றாங்க. இந்த ரோபோட் அடி வாங்க வர நினைக்கிறேன். ഇതിനാണ് മൊബൈലും കമ്പ്യൂട്ടറും. தேவையில்லாம அது ஒரு கை கூப்பிட்டாங்க. ഗാന്ധിജി മരിക്കുന്നവരെ മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല. അച്ഛന് ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി, ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്തോ. നിങ്ങൾ ബൾബ് ഇടൂല്ലേ അതുപോലെ അച്ഛന് വേണ്ടതെല്ലാം അത് പറഞ്ഞുതരും. അച്ഛാ അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്കാം. വരട്ടെ. നീ നിന്റെ പണിയെടുക്കും. இதுக்கப்புறம் தான் ஆட்டமே. Hello, Mr. Bhaskaran. Glad to meet you. പേടിക്കണ്ട, ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല. നിനക്കല്ലേ അല്ലെങ്കിൽ പിടിച്ച് ഓഫായി കളയും. ദോശ ദോശ ഓടുന്നത് കണ്ടിട്ടില്ലേ? ചുടാൻ അറിയാം, കണ്ടിട്ടില്ല. ഫസ്റ്റ് ഒരു ഹോം നേഴ്സ് ചോരയും നീരുമുള്ള സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ. ഒരു മനുഷ്യൻ ചെയ്യുന്നതെല്ലാം റോബോട്ടും ചെയ്യും. அடி வாங்குறாரு. Harmful objects detected. Activating security mode. കാലാന്തകന്റെ അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമപുരി പോകരുത്. എടാ നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ കണ്ടാന്ന് ഭാസ്കരൻ്റെ വീട്ടിൽ പെട്ടിൽ വെച്ചിട്ട് എനിക്ക് അന്നേ സംശയം ഉണ്ടായടാ. അന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടിൻ്റെ ശവല്ല, കുഞ്ഞപ്പാട്ടൻ മരിച്ചിട്ടില്ല. വിനു ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ വിധി നിനക്ക് വിധിച്ചത് എൻ്റെ കൈകൊണ്ടുള്ള മരണം. ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ട് ഇടിച്ച് കൊല്ലരുത്. டாங்க் பண்றது അറിഞ്ഞില്ലേ ആ കുഞ്ഞപ്പൻ നമ്മുടെ ഭാസ്കരന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വിനുവിന്റെ അച്ഛൻ കുഞ്ഞപ്പൻ ഒരു റിപ്പറായിരുന്നു. രാത്രി ആവുമ്പോ ഹെൽമെറ്റ് ഇട്ട് കത്താറ്. ആരും കണ്ടാലേ കൽക്കടിച്ച് കൊല്ലി. വിനു കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് പോയതാ. ഇന്നിവിടെ ചോരപ്പോ ഒഴുകും. இவங்களுக்குலாம் தெரியாதாண்ணா, அவர்கிட்ட சொல்லல. சோமி சொன்னார் அது மாதிரி. இது வரவே இல்லையா அப்புறம்? മാമ റിപ്പർ കുഞ്ഞപ്പൻ ഇവിടെ വന്നു. റിപ്പറാ? ബാബു കണ്ടിരുന്നു ഹെൽമെറ്റ് ഇട്ടിട്ട്. ഇതെന്താന്ന് മാമ? ആ അത് എൻ്റെ മോൻ്റെ ഒരു സുഹൃത്താണ്. പണി അന്വേഷിച്ച് വന്ന കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഗുഡ് മോർണിംഗ്. ഓ നമസ്കാരം. അപ്പൊ മാമ ഇതായിരുന്നല്ലേ പെട്ടിയില്? ഇത് പീസ് ആയിരുന്നോ? ജോയിന്റ് ആക്കിയതാ? ഇത് എല്ലാ പണി എടുക്കുവോ? ആർക്കറിയാം? എനിക്കറിയാം, എല്ലാ പണിയും ചെയ്യും. എന്താ സാറിന്റെ പേര്? I am a robot, Android, version 5.25. അപ്പൊ ക്രിസ്ത്യാനിയാണ്. എന്റെ പേര് പ്രസന്നൻ. പൊതുവാളാണ്. മാമന്റെ മരുമകന. Glad to meet you. இவர் மாட்டி போற நீ பார்த்துட்டாடா ஓடி. ഏയ് അതുണ്ടല്ല, ഇത് കുഞ്ഞപ്പനല്ല. മാമന് നല്ല സുഖമില്ലല്ലോ. റഷ്യയില് സുബ്രഹ്മണ്യ തിരക്കല്ലേ, അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന. പേര് റോബർട്ട്. ആൻഡ്രോയിഡ് ആണെന്ന് തോന്നുന്നു. വിൻഡോസാ. എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടോ. ബാക്കിൽ നിന്ന് നോക്കുമ്പം ശരിക്കും കുഞ്ഞപ്പാട്ടൊരു കട്ടില്ല. ആ മസ്കന്റെ വീട്ടിലൊരു യന്ത്രമനുഷ്യൻ വന്നിട്ടുണ്ടോലും ഓനെ നോക്കാനാ. ഓൻ ചായ വെക്കും, ചോറ് വെക്കും, തുണി നനക്കും, നിലം തുടക്കും, കടയിൽ കിടന്ന തീട്ടും മൂത്രം വരും. കൈകൊണ്ട് വാരിച്ച് വായിൽ വെച്ച് കൊടുക്കും. മൂത്രമല്ല ചോറും കൂട്ടാൻ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തിന് ചേർന്നല്ലോ. അല്ല മുരളിയേട്ടാ, ഇത് തുണി തയ്ക്കുക. തുണി തയ്ക്കായിരിക്കും, പക്ഷെ നല്ല കുടുക്കാൻ പറ്റും. മനസ്സിൽ വായിക്കുന്ന കേട്ട്. ആ നമുക്കൊന്നും കടലാസില്ലെന്ന് മര്യാദക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആണോ? ആണെന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അപ്പാണെന്നെ പഴയ പോലെ ആക്കരുതട്ടെ, എന്നാലും ഫോക്കസ് ചെയ്യണം ന്യൂസ് ചാനൽ.
സാറേ കണ്ണൂർ ന്യൂസ് ആയിരുന്നേ റോബോട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു. റോബോട്ട് സിറ്റിയിലേ കൂടെ മാട്ടാ ജപ്പാനിലാണ്. ഇതാണോ സാർ? Mr. Bhaskaran. ഇതാ റോബോട്ട്. A call from Subramanian. അച്ഛാ എന്നിട്ട് അച്ഛയുടെ വിശേഷം? തന്നെ വിശേഷം സ്വൈരം പോയി. ഹലോ സാർ, താങ്കൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അച്ഛനെ കുറച്ച് സ്വൈരം കൊടുക്കണം. തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ടാക്കരുത് പ്ലീസ്. ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് പോയി തരൂ. Let them do their job, Subramanian. പബ്ലിക്ക് പുരിയണല്ലേ നമ്മ മാർക്കറ്റിൽ ഇരിക്കുന്നത്. എങ്ങനെ മനസ്സിലായി? ബാബു കുഴമൽ വീട്ടിൽ മ്യൂച്വൽ ഫണ്ട്സ് ഇല്ല, സ്വയം തൊഴിൽ, സൗത്ത് LP സ്കൂളിൽ പഠനം, സ്വന്തം സ്ഥലം രാമന്തളി, താമസിക്കുന്നത് മഹാദേവ ഗ്രാമം, ഇഷ്ടം 12 October 2016, അതിരപ്പള്ളി 14 October 2017, ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് മാറ്റിക്കുന്നത്. നാളെ മുതൽ പത്രം വേണ്ട. പത്രം വേണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. എന്റെ അച്ഛനാണോ പറഞ്ഞു? പത്രം വായിക്കുന്നതിന്റെ സുഖം അത് വായിക്കുന്നവനെ അറിയൂ. വായിക്കുന്നത് അറിവിനാണ്, സുഖത്തിന്. നമുക്ക് കക്കൂസിരുന്ന് വായിക്കണം. നീ വന്ന് നെഞ്ചുമുളന്ന് നിൽക്കോ അറിവായിട്ട്? നിൽക്കാം. നാണം ഉണ്ടോ എനക്ക്? ഉണ്ടാവില്ല. പേപ്പർ കൊണ്ട് ചന്തി തുടയ്ക്കുന്ന നാട്ടിൽ നല്ല വരവ്. നിനക്ക് ഈ ബാബുവിനെ എങ്ങനെ അറിയും? ഫേസ്ബുക്ക്. എല്ലാരെ കുറിച്ചും അറിയാൻ പറ്റുമോ? ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ള എല്ലാവരെയും. ഈ പ്രസന്ന ആളെങ്ങനെ? ഇമെയിൽ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, വാട്സാപ്പ് ഇല്ല, സ്കൈപ്പ് ഇല്ല, ഗൂഗിളിൽ ഇല്ല. പ്രസന്നൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് സംശയമാണ്. அதே மாதிரி சோபிந்து கேட்கும்போது அந்த போட்டோஸ்லாம் வரும்னு நினைக்கிறேன். All clear. Vitamin A 38%. நல்லா ஹோல்சமா எடுத்திருக்காங்களா படம்னா. இதுதான் சுராஜ் ஆக்டிங்கு. ஆக்ஷன் இருப்பிச்சில் ஒரு சீன். அந்த குழந்தை சீன். നീ എപ്പോ വന്നു? ഇപ്പൊ മനസ്സിലായ ദൂരമുള്ള അടുത്ത് കാണുന്ന ടെക്നോളജി. കിടക്കുമ്പോ ഒളിഞ്ഞു നോക്കുന്ന ടെക്നിക്ക് ഈ നാട്ടിൽ പണ്ടേ ഉണ്ട്. കടക്കോ എങ്ങനുണ്ട്? അമ്പിന് വില്ലിന് നടക്കാത്ത ആളാണ്. അച്ഛനെ തിന്നായിരുന്ന ഭാഗ്യം. May I help you? ഞാൻ അടുത്തോളാം. എന്നെ ഉണ്ടാക്കിയത് താങ്കളെ നോക്കാൻ വേണ്ടിയാണ്. It's my duty. നിന്നെ ഉണ്ടാക്കിയത് എന്നെ പറ്റിക്കാനല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്ന ഡ്യൂട്ടി അല്ല, അതൊരു വികാരമാണ്. സുബ്രഹ്മണ്യനോട് പറഞ്ഞു സ്നേഹം അറിവാണെന്ന്. വികാരമുള്ള അറിവാന്ന് സ്നേഹം. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അത് ഉള്ളീന്ന് വരണം. എവിടെ പോകുന്നു? നിനക്കൊരു പെണ്ണ് കാണാ. കറണ്ട് ബില്ല് അടച്ചിട്ട് വരാം. ബിൽ ഇവിടെ നിന്ന് അടയ്ക്കാം. ഇലക്ട്രിസിറ്റി ഓഫീസ് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോണം. You can pay it online. ഞാൻ കാണുമ്പോ തൊട്ട് ഇയാൾ ഇതേ മുണ്ടും കുപ്പായാണ്. എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവൻ. രണ്ടെണ്ണം പുതിയ വാങ്ങിക്കൊടുത്തൂടെ? പൈസ അത് പണിയെടുത്ത് ആർക്കും ഉണ്ടാക്കാം. പക്ഷെ പണിക്ക് പോണം അല്ലേ മധുവേട്ടാ? എന്താ ആന്റി പോയ അണ്ണനെ പോലെ ഇരിക്കുന്നത്? ആന്റി അല്ല അണ്ടി. അണ്ണനല്ല അണ്ണാൻ. അതങ്ങനെ പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ പോണ്ടി വരും. അച്ഛനാ റോബോട്ട് ഒരു തരത്തിലുള്ള എക്സൈറ്റ് ചെയ്യുന്നില്ല. എക്സൈറ്റിംഗ് ആയ ഒന്നും അത് ചെയ്യുന്നില്ലല്ലോ. ഹലോ, എത്ര നേരമായി വിളിക്കുന്നു ഇപ്പ?
ഞാൻ കൂടി വിളിച്ചാൽ മതിയോ? കുറച്ച് തിരക്കില്ല. തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും ഇല്ലേ ഉപ്പ? എൻ്റെ മാമനൊന്ന് വീണു, അത് പറയാൻ വിളിച്ചതാണ്. ഇനി തിരിച്ചു വിളിച്ചാലും ഇത് തന്നെ പറയാം. പോരല്ലേ ഇതായിരിക്കില്ല. അച്ഛനെവിടെ? ഇലക്ട്രിസിറ്റി ഓഫീസ്. ഇഡിയറ്റ്. അച്ഛനെന്തോ ആക്സിഡന്റ് പറ്റുന്നുണ്ട്, പോയി അന്വേഷിക്കേ. കോപ്പി ദാറ്റ്. അതിനാ ആരാ? அது ரூட் தெரியுமா? അമ്മേ. ഹലോ മിസ് സീത. നീ എന്താ ഇവിടെ? മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല. അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇവിടെയാ? ബാറ്ററി ലോ, അതുകൊണ്ട് നിന്നതാണ്. ബാറ്ററി ലോ, ബാറ്ററി ലോ, ബാറ്ററി. അമ്മേ, നമുക്ക് എന്നോട് അയച്ചാലാ? വീട്ടുപാടം കൊടുത്ത് നിന്നെ പോയിട്ട് കാണപ്പെടുത്താൻ പാട്. അന്നേരാന്ന് കൊടുക്ക്. നിക്കമ്മേ, ഞാൻ ഈ മെയിലൊന്ന് ചെക്ക് ചെയ്യാം. ഓഫ് കോഴ്സ്. ഇതിനെ കാണാതെ അയാൾ തേടി വന്നാൽ നമ്മ കട്ടോണ്ട് വന്നതെന്ന് പറയും. ഒക്കെ സ്വന്തം പണിയെടുത്ത് ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞു വിട്. അത് മേടിക്കുന്നുണ്ട്. ബാറ്ററി ചാർജ്ഡ് സഫിഷ്യന്റ്ലി. താങ്ക് യു. മിസ്റ്റർ ഭാസ്കരൻ. ഓ അതിജീരി പുറത്ത് ഇതല്ല റാമ്പ്. അവസാനം കാണാൻ കൊണ്ട് വെച്ചാണോ? കാശുകളാക്കി വീട്ടിൽ വെച്ചത് പണിയെടുക്കാനല്ലേ? എടാ ഉറങ്ങി. ആ വന്നു വാ. എവിടെയായിരുന്നു? കറങ്ങാൻ പോയതാ? കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യേണ്ട എൻ്റെ മാഷെ. അല്ലെങ്കിലും മാമ, റഷ്യയിലുള്ള മക്കളേക്കാൾ നല്ലതാണ് പയ്യനുള്ള റോബോട്ട്. സുബ്രഹ്മണ്യം വിളിച്ചാൽ അവന് ഫോൺ എടുക്കാൻ പോലും സമയമില്ല. ഭാഗ്യമല്ലേ ഞാനൊന്നും എഞ്ചിനീയർ ആവത്തത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഓടെ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ. അപ്പോൾ മാമ ഹോട്ടൽ പൂട്ടിയിട്ടില്ല, ഞാൻ ഇറങ്ങിക്കോട്ടെ. Call from Subramanian. അച്ഛാ എന്താ പറ്റിയച്ചാ? ഒന്ന് വീണു. എന്തിനാ അച്ഛൻ ടൗണിലൊക്കെ പോകുന്നത്? എന്താവശ്യം അവൾക്ക് പറഞ്ഞാ പോരെ? ഞാൻ പറഞ്ഞതല്ലേ. നീ എന്നാ ഇനി ഇങ്ങോട്ട്? Signal lost. ഈ ചോദ്യം ചോദിച്ചാൽ ലോകത്തുള്ള സകല മക്കളുടെയും സിഗ്നൽ ഇന്റർമിഷൻ പോലെ. സുബ്രഹ്മണ്യം വർക്ക് ചെയ്യുന്ന കമ്പനി അടിപൊളി വന്നിട്ടാ. ഭയങ്കര ശമ്പളല്ലേ? ഒരു 4-5 ലക്ഷം ഉണ്ടാവും. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ മധുട്ടാ? 5 ലക്ഷേ അത്രക്ക് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ബ്രോളെ ഈ സാധനത്തിന് എന്ത് വില ഉണ്ടാവും? 2-3 കോടി എന്തായാലും ഉണ്ട്. ജീവിതം കുറച്ചും കൂടി സീരിയസ് ആണ്. ഉണ്ടാക്കാനാ 3 കോടി. മധുവേട്ടാ പാപ്പായെ വിളിച്ചോ? ഈസ് അമ്മ ഇല്ലാത്തത് വലിയ പ്രശ്നമാണ്. ചുപ്പനെ അമ്മായി മിസ് ചെയ്തിട്ടുണ്ടോ? അമ്മയെ മിസ് ചെയ്യാനുള്ള ചാൻസ് അച്ഛൻ ഞാൻ ജനിച്ചപ്പോ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയേ. അതാണ് കാര്യം, അച്ഛനമ്മയും ഡിവോഴ്സ് ആവാനുള്ള. ഒരു മോളെ அவர் விழுந்துட்டார்ல, திரும்பி விடக்கூடாதுன்றதுக்காக எங்க போனாலும் கூட வரணும். நம்ம சங்கர் அவ்வளோ கோடி செலவு பண்ணி பண்ணாங்க. உள்ள போய் வச்சு முடிச்சான். வீட்டில் இருந்தால் அவங்க அம்மாட்ட சொன்னாங்க ரொம்ப விலைக்கு எத்துவோம். கோலம் போடுமாடா. ஒரு 20% இன்னும் சொல்லாது அது. இல்லை 2 வாட்டி காட்டிட்டாங்க. கிளைமேக்ஸில் ஏதோ வைப்பாங்க, அதுக்காக பிடிச்சிட்டேன். லோ பேட்டரியில் தூக்கிட்டு ஓடி ஓடும் ரோட்டில். ஆனால் அப்படி மட்டும் இருந்ததுன்னா நீ சேர்த்துட்டாங்க. ഈശ
കാലത്തിന് കാവൽ നിൽക്കുന്ന പോലെ ഈടെ നിൽക്കാണ്ട് മുകളിൽ പോയി ഉറങ്ങാൻ നോക്ക്. ഒരു റോബോട്ട് ഉറങ്ങാറില്ല. താങ്കൾക്ക് നീ വേണമെങ്കിൽ ഉറങ്ങണ്ട. ഈ എമർജൻസി ഓഫ് ചെയ്തിട്ട് ഇടുന്നൊന്നും മാറാവോ? സുബ്രഹ്മണ്യൻ ഓൺലൈൻ. നീ ഉണ്ടിക്കോ കുഞ്ഞപ്പനോ? നാട്ടുകാരെല്ലാം പറയുന്നത് കുഞ്ഞപ്പൻ എന്നല്ലേ. നാട്ടിലെല്ലാവർക്കും അറിയാം കുഞ്ഞപ്പൻ. ന്യൂ നെയിം. നമസ്കാരം കുഞ്ഞപ്പ, ഞാൻ ജാനകി. ഇത് ടൈലർ രഘുവിന്റെ അമ്മ. ഹലോ. ഇതെന്റെ ഏടത്തി ദേവകി. ഞങ്ങൾ ഒരുമിച്ചാ താമസം. ഒരു തുണി കൊടുക്കാൻ കൊടുക്ക് ഭാസ്കര. നാട്ടുകാർ പറയില്ലേ തുണി കൊടുക്കാതെ പെണ്ണുങ്ങ കണ്ട നാണക്കേടല്ലേ. രശീലല്ല ഇങ്ങനെയാന്ന് എനിക്ക് നാണമില്ലേ കുഞ്ഞപ്പ? 60 മൊബൈലിന് 10 റുപ്യേന്റെ കവർ. മരങ്ങൾക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. എന്തൊരു സ്നേഹാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇതുവരെ ഇതുപോലെ? ആദ്യം കുളിക്ക് മെല്ലെ തുടക്കടാ. വെള്ളം പോകണ്ടേ? എന്നാ തുടച്ച് കൊല്ല്. റോങ് കമാൻഡ്. എങ്ങോട്ടായി കുന്തത്തിനെ കൊണ്ട്? കുന്തമല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 ബൈ ക്യോട്ടോ ഡൈനാമിക്സ്. ഗ്ലാഡ് ടു മീറ്റ് യു. എന്തെങ്കിലും ആയിക്കോട്ടെ, അഹിന്ദുക്കൾക്ക് അകത്ത് കയറി പോരുത്. ഉണ്ടാക്കിയത് എന്റെ മോനാന്ന്, താമസം എന്റെ കൂടെയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെ പൂജ ചെയ്യും? അതല്ല, ഈ കുന്തം പറഞ്ഞതിൽ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞത്. ഇത് ഹിന്ദു ആണെന്നുള്ളത് എന്താ തെളിവ്? യദ്യ വിഭൂതിമത് സത്വം ശ്രീമതോചിത മേഭവ ബുക്ക് പറ്റില്ല. തത്വം മമ തേജോ അംശ സംഭവം. മനസ്സിലായില്ല? ഇതൊരു സംഭവം ആക്കണ്ട. ഞാനിപ്പോ 3 വരെ നല്ല ഐശ്വര്യത്തോട് കൂടിയോ ശ്രീയോട് കൂടിയോ കരുത്തോട് കൂടിയോ ഉള്ള ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായത് തന്നെ എന്ന് അറിഞ്ഞാലും. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 41-ാം ശ്ലോകം. ബാലരമല്ല. ഭാസ്കരൻ ക്ഷമിക്കണം. ഈ യന്ത്രത്തിനകത്ത് ഏറ്റി അശുദ്ധാക്കാൻ പറ്റില്ല. ഇവൻ ഹിന്ദുവാന്ന്. എന്ത് ഹിന്ദു? നിങ്ങൾ ഹിന്ദുവാന്ന്? എല്ലാം മുരളി, ഹിന്ദുക്കൾക്ക് മാമോദീസ ഇല്ലല്ലോ. നിങ്ങൾ അടക്ക്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നമല്ല. ഒരു ദിവസം രാവിലെ ഒരുത്തം മാറ്റി നിങ്ങൾ അളിയില പറഞ്ഞാല് നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തോ? നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തോ? ഞാൻ ഇരുത്തൂ. ആ, എന്നാ നിങ്ങൾ ഉണ്ടണ്ട. ഹിന്ദു ആണെന്ന് കാണിക്കാൻ നെഞ്ചു വളർന്ന് ഭഗവാനെ കളിക്കാൻ പറ്റും. തുണ്ടില്ല പൊട്ടിച്ചു. ബൊട്ട് വെച്ച് കൂടെ ആരംഭിച്ചു. നാളെ വൈകുന്നേരം നെറ്റിൽ വിളിക്കാട്ടോ. നല്ല കാര്യത്തിന് പോന്നതല്ലേ, ചിരിച്ചോണ്ടല്ലേ യാത്രയാക്കേണ്ടത്. കുഞ്ഞപ്പ, യെസ് മിസ്റ്റർ ഭാസ്കരൻ. നിന്റെ ഫേസ്ബുക്കില് സൗദാമിനി ഉണ്ടാ? Searching for Saudamini. ഇതന്നെ ഓള് തന്നെ സൗദാമിനി. മോശമല്ല കേട്ടാ, പാളത്തപ്പാനും കൂടെ ഒന്നല്ലേ ഫേസ്ബുക്ക്. ഇതെല്ലാം ഈ പ്രായത്തിൽ ഞാനിതൊക്കെ ചെയ്യുമ്പോ നാട്ടുകാരെന്ത് വിചാരിക്കും? അവിടെ ആരെ എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാം. എനക്ക് കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. 4 ബംഗാളികൾ 2 സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാൽ തീരുന്നതേ ഉള്ളൂ നിന്റെ ജപ്പാൻ. നമ്മുടെ ഇന്ത്യ അങ്ങനെയാന്ന്, വലുതല്ലേ, അപ്പൊ കാര്യങ്ങളും കുറച്ച് വലുതായിരിക്കും. അവിടെ എത്ര പ്രായമായാലും കല്യാണം കഴിക്കും, എപ്പോൾ വേണമെങ്കിലും കഴിക്കും. കല്യാണം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം. ആടെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഈടെ കല്യാണം എന്ന് പറഞ്ഞാൽ അരിയും പഞ്ചാരയും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ. ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടേത്. നീ വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് പറയുന്നു. പുറത്തൊന്നും പോയി പറഞ്ഞും പാട്ടാക്കരുത്. തീർച്ചയായും. ഭാസ്കര പൊതുവാളിന് പണ്ടൊരു 1 സൈഡ് ലവ് ഉണ്ടായിരുന്നു. വിജയമല്ലിക്ക് ലോൺ കൊടുത്ത പോലെ തിരിച്ചിട്ടാത്ത പ്രേമം. 2 10 അല്ലേ? 10. എത്ര
229. ഞാനിപ്പോ ഓൺലൈനിലാണ് വായിക്കല്. നിങ്ങളല്ലേ പറഞ്ഞ ഈ പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം. ഇതും സുഖം തന്നെ. കണ്ണ് തീരെ പിടിക്കുന്നില്ല. ഇതാവുമ്പോ ഇങ്ങനെ ആക്കിയ വലുതാവും. കുഞ്ഞപ്പാ നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാറി ചാവൂടാ. നോയിക്കോ. മുറ്റിലോട്ട് പോരിയാണ് സത്യം. ഒരു പത്രപ്രവർത്തകൻ നീ നോവിച്ചു വിട്ട് അനുഭവിക്കുന്നേ. സ്നേക്സാ ഓനോട് കഴിക്കല്ലോ അവിടെ വെച്ച് அங்க கோயில்ல பார்த்துருப்பாரு உங்களுக்கு. ഈ ജന്മസമയവും തീയതിയും വേണം. നക്ഷത്രം കാണും. അച്ഛാ ഇവൻ ജനിച്ച സമയമൊന്നും വേണമല്ലോ. എന്താ കാര്യമുണ്ട്, പറ. ഡേറ്റും വേണം. അറിയില്ല, ഒരു മിനിറ്റ്. കുഞ്ഞപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ? Manufacturing date 8 January 2019. 8/1/2019. ஓ, அதுக்கு பார்க்க வந்துட்டாரா? நான் பையனுக்கு கல்யாணத்துக்கு பார்க்க வந்தேன். നക്ഷത്രക്കാരന് സമയം ലേശം ശത്രുദോഷം, ഉദരസംബന്ധമായ അസുഖം, ഈ മൊബൈലും കമ്പ്യൂട്ടറിലുള്ള പോലെ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആവാം. പിന്നെ നേത്രരോഗം. പേടിക്കണ്ട, എല്ലാവരും പരിഹാരമുണ്ട്. പയ്യന്നൂർ പെരുമാളിന് ഒരു സംക്രാന്തി തോറും ഒരു നെയ്വിളക്ക് തൊഴണം. പിന്നെ വയനാട്ട് അടുക്കുമലയിൽ ഒരു ചാമണ്ടിക്കാവുണ്ട്. അവിടെ ഒരു ആള് പോകുന്നതാണ്. എത്രയും പെട്ടെന്നായി അത്രയും നല്ലത്. ഫലം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും. റോബോട്ടിക്കേ ജോസ്യം പറഞ്ഞു. മാമ എവിടെ പോയതാ? ഞാനാ സുകുമാരൻ ജോത്സന്റെ അടുത്തേക്ക് ഒന്ന് പോയതാ. എന്തിനാ? ഇവന്റെ ജാതകം ഒന്ന് നോക്കിച്ച്. കാണുന്നവര് കണ്ണു നോക്കുന്നു. അതുകൊണ്ട് ഒന്ന് ജപിച്ചു കേട്ടു. ഇല്ലല്ലോ അല്ലേ? മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് ഒന്നാമത് സമയദോഷമാണ്. നീ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് വേണം. രാവിലെ പറഞ്ഞു കേട്ടതല്ലേ, നീയൊക്കെ പോയ എനിക്ക് ആരുണ്ടാ? സുബ്രഹ്മണ്യൻ, പ്രസന്നൻ. വയസ്സാകുമ്പോ അവരും ചാവില്ലേ, പിന്നെ എനക്കാരാ? അല്ലെങ്കില് താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ. എല്ലാം കണ്ടിട്ടുണ്ടാവോ? തീർച്ചയായും. അറിയൊന്നുമില്ല. നീ ആ പ്രസന്നന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇതന്നെയല്ല എപ്പോഴും പറിച്ചത്. എത്ര ഉണ്ട് ദോശ? 6. നാളെ മുതൽ കുറക്കണ്ട. എല്ലാവരും ദോശ കട്ടി കുത്തിട്ട് കറിയായിട്ടില്ല. അടി തെറ്റിക്കല്ലേ. അമ്മേന്റെ ബ്ലൗസ് ശരിയായോ ചോദിക്കാൻ പറഞ്ഞു. നീ ഒന്ന് കറങ്ങിട്ടല്ലോ വാ. ഒരു മിനിറ്റ്, ഒരു ഊക്കും കൂടെ വെക്കാനുണ്ട്. എപ്പോ ചോദിച്ചാലും നീ തന്നല്ലോ ഒരേല്. ഊറ്റുവാ മോനെ. ഇനി ഞാൻ വരുമ്പോ ശരിയാക്കിട്ടെങ്കിൽ ഇതെല്ലാം ചവിട്ടി കൂട്ടി തീടും കേട്ടോ. രഘു, കമൽ ഒരു ഷർട്ട് അടിക്കണമല്ലോ. അടിക്കാലാ? ദോശ അതാടെ നോക്ക് പോകുന്നുള്ള. എനക്കല്ല, കുഞ്ഞപ്പനാണ്. ഇവനൊക്കെ ഷർട്ട് എടുക്കാൻ ഞാൻ വളർന്നല്ലേ. Shoulder 34, arm 50, chest 44, waist 28, height 40. എന്റെ അമ്മടാ, എന്തൊരു ഓർമ്മ ശക്തിയാണ് എനക്ക്. എനക്കൊരു അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. ഹൈറ്റ് എത്ര പറഞ്ഞു? Height 40. 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ ശരിയാക്കി വെക്കാം. അയിനാ வந்து கொல்ல போறோம். നീ എവിടെ പോകുന്നു?
ആ പാലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന്. ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. വീടിയൊന്നുമില്ല, നിങ്ങളും വന്ന കല്യാണത്തിന്. വിളിക്കാത്ത കല്യാണത്തിനാ പുതിയ ബ്ലൗസും തയ്പ്പിച്ചു പോണേ. വിളിച്ചിട്ടില്ല വെച്ചിട്ട് ഉടുക്കാണ്ട് പോവാൻ പറ്റുമോ? കുറച്ച് മസാലക്കറി. മസാല ദോശ. വീടുണ്ടായിരുന്ന പൊതി കൊടുത്തു. ഞാനത് തിന്നു. പുതിയ ബ്ലൗസാ? ദോശ കൊടുത്ത് നീ എന്റെ ഓള മയക്കുമോ? ഇത്തിരി സൗന്ദര്യം കൂടി പോയി നന്നാടി. ഓക്ക് ദോശയുടെ കുഞ്ഞപ്പനാണോ? ചെവിരി നുള്ളുന്നു. അത് വേണ്ട. என்னடா இது? ആരാ ഈ ഭാസ്കര പൊതുവാള്? നമ്മൾ മുനിസിപ്പാലിറ്റിന്നാണ്. ചെറിയൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? ഇത് താനെ നടന്നോളും. ലൈസൻസ് എൻ്റെ ഏട്ടാ, ഇത്തരം സാധനത്തിനെ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റിന് പ്രത്യേക അനുമതി വേണം. ഇത് കുട്ടിയുടെ മുതിർന്നവരെ ഉപദ്രവിച്ചാൽ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക. എന്തോ നീ ചുപ്പനെ ഒന്ന് വിളിക്ക്. കുഞ്ഞപ്പനെ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി. തൂങ്ങിട്ട് ഇരുപ്പാ. ചുപ്പ, മുനിസിപ്പാലിറ്റിന്ന് കുറച്ച് റോബർട്ട് പിടുത്തക്കാർ വന്നു. കുഞ്ഞപ്പനെ കൊണ്ടുപോയി. വളർത്താൻ ലൈസൻസ് വേണോ? മുനിസിപ്പാലിറ്റിന്നോ? അച്ഛനവിടെ കൊടുക്കാം. ആ ഹലോ, എന്താ ചൂണ്ടേ? ഒന്നും ഉണ്ടായില്ല. വെറുതെ ഇരുന്ന കുഞ്ഞപ്പനെ അവർ കൊണ്ടുപോയി. അച്ഛനെ ടെൻഷൻ അടിക്കല്ലേ, ആരും കൊണ്ടുപോകില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. അച്ഛൻ വീട്ടിലോട്ട്. എന്നാലും എങ്ങനെ ആ ചെക്കനെ കൊണ്ടുപോയി? ആൺപെൺ വ്യത്യാസമില്ലാത്ത കാലം. മുനിസിപ്പാലിറ്റിക്കാർ അവനെ പിടിച്ച് എന്തെങ്കിലും ചെയ്താലോ? ഒന്നും കരയാൻ പോലും പറ്റുമോ മിണ്ടാ പ്രാണിക്ക്? അവനില്ലാതെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. அது எதுனா ஆகி திருப்பி இன்னொரு ரோபோட் வந்தா கூட அந்த இது வாய்ப்பு வராது. இது லேர்ன் பண்ணியிருக்குல்ல நிறைய. அது എന്താ? അച്ഛന് ഞാനും റോബിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവേണ്ടായിന്നാ തോന്നുന്നു. ഇവന്താ ഈ റോബോട്ട് ഇനി ഈനെ കൊണ്ടായിരിക്കും നാട്ടിൽ കൊള്ളയും കൊലയും ബലാത്സംഗം. ഒരു ദോശപ്പൊതി മാറ്റിയെന്ന് വെച്ച് സൈബർ കുറ്റാണ്. അതിൽ കറി പോലും ഉണ്ടായില്ല. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കടലാസ് വയ്ക്കണം. എന്നിട്ട് നോക്കാം അവർ തരുമോ? അത് എന്നോടായിരിക്കുന്നത്. നിങ്ങൾ അടച്ചു സാർ. ഒരു ഫാക്സ് ഉണ്ട്, പ്രധാനമന്ത്രി ഓഫീസിൽ. இல்ல அவரோட பாஸ் நினைக்கிறேன். பாஸ் பிஎம் கிட்ட இருந்து ഓഫീസറെ, ചാൾസ് ശോഭരാജ് കൊള്ള നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ? സുകുമാരക്കുറുപ്പ് കൊല നടത്തിയത് വാട്സപ്പ് ഉപയോഗിച്ചിട്ടാ? നെല്ലിയില് 42 ആളുകൾ ചേർന്ന് 40 ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ? കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാ? എക്സാക്ട്ലി. നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാണ്. അളിയനാണൊരു അളിയൻ. നീ അളിയനല്ല, കുളിയനാണ്. അളിയാ, അളിയ ഇരിക്ക്. കുടിക്കാനൊന്നുണ്ട്? നിനക്കൊന്നും വേണ്ട. நியூஸ் பேப்பர் போட்டு தேவைகள் பண்ணுகிறாரா? നീ എന്തേനെ വിട്ടുകൊടുത്തിന്? ഇതയാളെ മോനെ വെച്ചത് റോബോട്ടിനെ ഉപയോഗിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അനുമതി വേണം. പിന്നെ വെറുതെ കൊടുത്ത് നമ്മൾ പ്രധാനമന്ത്രി പിന്നാരത് നമുക്കല്ലേ കാണാൻ പറ്റാത്തത്. പുറത്തുള്ളവർക്ക് അങ്ങനെയാ. 50 റോബോട്ടിന് ഇറക്കുമതി ചെയ്യാനുള്ള കരാറുപത്രം ഒപ്പിട്ടിട്ടാണ് മൂപ്പര് ജപ്പാനിൽ നിന്ന് സിംഗപ്പൂരേക്ക് പോയത്. ഇത് ഒരു ടെസ്റ്റ്. വാങ്ങിക്കാ സാർ. I can understand your situation, but that machine is not for sale. എന്നോട് വേലയിൽ പോയി. ഇത് ഓന്റെ പണിയാ, ബാബുവിന്റെ.
ഇനി ബാവുമല്ല ഓൻ്റെ അച്ഛൻ വിചാരിച്ചാലും ഒന്നും നടക്കൂല. അമ്മാതിരി മെയിലാന്ന് എൻ്റെ മോൻ ഇങ്ങോട്ട് അയപ്പിച്ചത്. ഭാസ്കരേട്ടാ നിങ്ങളെ മോനത്തെ ശമ്പളം ഉണ്ടാവും? തോന്നല്ല ഞാൻ അച്ഛൻ അതിനെ തിരിച്ചു തരൂ. உனக்கு நான் சொன்னா புரியலையா? போய் அதை கொண்டு வாடா. எனக்கு அந்த மெஷின் திருப்பி வேணும், ஒரு குறை இல்லாம. அதுக்கு உன் அப்பாவை கொல்லணும், அதுவே பண்ணலாம். ட்ரையல் ரன்னுக்கு போன 4 மெஷின்ல 2 மெஷின் ஃபெயில் ஆயிடுச்சு. என்னோட அப்பாவுக்கு ஏதாவது ஆயிடுச்சுன்னா ரிசல்ட்ஸ் எல்லாமே ஸ்டாப் பண்ணி கம்பெனி மூடுறது தான். சொல்ல அது எப்படி தமிழ் பேசுறேன் நாங்க நல்லா விடுவோம். A message from Saudamini. அவருக்கு வேறு கேட்டது ஸ்டார்ட்ஸ் காணும். എന്താ മെസ്സേജ്? നിങ്ങൾ ആരാണ്? பொண்ணு அங்க பாத்துதானே മിസ്റ്റർ ഭാസ്കരൻ, ബാബുവും സൗദാമിനിയും ഒരേ ജാതി. ബാബുവിനെ താങ്കൾ വെറുക്കുന്നു, സൗദാമിനിയോട് ഇഷ്ടം. യു ആർ എ ഹിപ്പോക്രൈറ്റ്, കപട നാട്യക്കാരൻ. ജാതിയും മതവ്യത്യാസവും ഇല്ലാത്ത ഒരു ലോകമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിൽ നിന്ന് ഇതൊക്കെ പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. இதெல்லாம் ஒரு மனுஷன் சொல்லியிருந்தா திருப்பி கேட்டு സ്കൂൾ സൗദാമിനി സൗദാമിനി അല്ലേ? എന്നെ മനസ്സിലായോ? നമ്മള് ചന്ദ്രേട്ടന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പിങ്ങിന് ഒരുമിച്ച് സത്യൻ. സത്യൻ സുഖാണോ? ആണ്. ഇപ്പൊ എവിടെയാ സത്യ? എന്തേ? ഫേസ്ബുക്കിലുണ്ടാ? ഇല്ലില്ല. ആരും തെല്ലല്ലേ. നവംബർ 8 തുലാം 22. ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ കാലത്ത് ചോദിച്ചാല് പറയാൻ. കുഞ്ഞപ്പാട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഏതോ ഒരു തരികിട ഫേസ്ബുക്കിൽ എന്നോട് പേര് പറയാണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആരാന്നൊന്നും കണ്ടുപിടിച്ചു തരുവാ? തരികിട ഏതെങ്കിലും പാവം നിങ്ങളോട് മിണ്ടാൻ വേണ്ടി ആയിരിക്കും. അതല്ലാട്ടാ, കുത്തി കുത്തി ചോദിച്ചിട്ട് പറയുന്നില്ല. വെറുതെ പഞ്ചാര വർത്താനം പറഞ്ഞോണ്ടിരിക്കന്നെ. പോലീസില് കേസ് കൊടുത്താലോ എന്ന് ആലോചിക്കാ. വേണ്ട, നിർത്തിക്കോളും. 4 അയാൾ ആരാന്ന് എനിക്കൊന്നും അറിയണം. എന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. I will try. കൊംതെരുവിൽ പോണ്ടേ അഡ്രസ് പറ സ്വാമി. கண்டுபிடிச்சாங்களா லிரிக்ஸ் பத்தியா? കറങ്ങണ്ട ആളില്ല. ഒരു മെസ്സേജ് പോലെ ആയിക്കാണ്. അച്ഛൻ കിട്ടോമി എൻ്റെ സുഹൃത്താണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യണം. പൊതുവാളാണ് അല്ലേ? അതിനൊക്കെ ഇപ്പൊ എന്താ ഉള്ളത്? ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകും. ഇതൊക്കെ മനസ്സിൽ നിന്ന് പറഞ്ഞു.
വേണ്ട, ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര ധാരാളം. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഓൾ ഈ റൂം എടുത്തോട്ട്. അതെന്താ? അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിക്കും. അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം. അതെടുക്കണ്ട, നിനക്കത് ലൂസായിരിക്കും. അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു. അച്ഛനെ കൂട്ടാണ് സഹായിക്കാൻ. ഓന് കടുക് ഇടാന്നറിയില്ല. ചായക്ക് എന്തിനാ കടുക്? ദോശ വേണ്ട. ദോശക്ക് എന്തിനാ കടുക്? ഇപ്പൊ ചട്നിയും വേണ്ട. അച്ഛൻ എനിക്കൊരു ചായ മതി, അത് ഓനിട്ടോളൂ. അച്ഛൻ എവിടെ ഇരുന്നേ? அவர் இல்லாமல் இருக்க மாட்டாரு. எடுத்துட்டு போகிறதுக்கு வந்து புரிய வச்சு. Nice house. நானும் தானே ஷார்ட்ஸ் போட்டு என்ன ஓட்டியாடா. அதுவே பெருசாக போட்டுருக்கா. வாய்ஸ் நோட் அனுப்பிச்சிருக்கிறா? ரெஸ்பான்ஸ் இல்லடா, இவரு அனுப்பிச்சிருக்காரா? இல்லை இவர் தான் அனுப்பிச்சிருக்காரு வாய்ஸ் நோட்டு. ഒരാഴ്ചയായിട്ട് കത്തുന്നു. ആരെ? കരൺ, സൗദാരൻ. നിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് സുധാരൻ. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. കുറെ ലീവ് ഉണ്ടാ? അച്ഛൻ എത്ര ദിവസം വേണോ അത്രയും കിട്ടും. അച്ഛനല്ലേ പറഞ്ഞ നാടാണ് നല്ലത്, കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മതി, അച്ഛനെ നോക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പോവില്ല. എന്തിന്? ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ പണിയൊന്നും കിട്ടൂല. എന്നെ നോക്കാൻ കുഞ്ഞപ്പനില്ലേ? പിന്നെ ഞാനുള്ളതും റോബർട്ടുള്ളതും ഒരേപോലെ ആവില്ല, എനിക്ക് അറിഞ്ഞൂടെ അച്ഛാ. പിന്നെ അതുമല്ല, അച്ഛൻ്റെ കൂടെ ആരെ വിട്ടാലും എനിക്കൊരു സമാധാനമില്ല. ഞാൻ തീരുമാനിച്ചു. ഓളെ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. ഓളിഞ്ഞ് പോകുന്നില്ല. ഞങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. Congratulations. എന്തിനാണ് എപ്പോഴും അതിനെ കൊണ്ട് നടക്കണ? അതൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. ഓഫ് ചെയ്ത് വെക്കാൻ ഇതെന്താ മെഷീനാ? ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിനക്ക് പാട്ട് കേൾക്കണം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേലെയാണ് സിറ്റുവേഷൻ. ഓഫ് ചെയ്ത് പറഞ്ഞാലോ? നോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സഡൻലി പിടിച്ചു കൊണ്ടു പോകുമ്പോൾ ഇറ്റ് വിൽ ബി എ ഷോക്ക്. പറഞ്ഞേ മനസ്സിലാക്കണം. പാപ്പാക്ക് മനസ്സിലാകും. പാവാണ്. We should be with him always. இவன் ஏன்டா டென்ஷன் ஆகிறான்? அவங்க அப்பா பேர்ல அது. എന്റെ സുഹൃത്താണ്. മിസ്റ്റർ ഭാസ്കരൻ, ഒരു രഹസ്യം പറയാനുണ്ട്. ഓഹോ, എന്ത് രഹസ്യം? മിസ്റ്റർ ഭാസ്കരൻ മക്കളോട് പോലും പറയാത്ത അല്ല, മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ പ്രായത്തിൽ കളിക്കാൻ കൊടുക്കേണ്ട സാധനം നീ വാങ്ങിച്ചു കൊടുത്ത്. നീളെ ഇപ്പൊ കുടിച്ച് പ്രതികാരായി. ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തോ ഒഴുത്തടി. அவங்க அப்பா பேர்ல அது, அதனால அவன் டென்ஷன் ஆகிறான். ഞാൻ പയ്യന്നൂരിത് പോയി. ആ വീട് അവര് പൊളിച്ചു പടിയാന്ന്. പെട്ടെന്നായിട്ട് പറയാൻ പറ്റിയില്ല. പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കുന്ന അറിയാം. കുഞ്ഞപ്പാ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചുപ്പനും ആ ഹിഡിമ്പിയും ഹിറ്റോമി ആ എന്തേലും ആവട്ടെ, നിന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഇവിടെ വന്നത് എന്തിനാണ് അറിയില്ല. ഹായ്. നീ എന്നാക്കുന്നു? ഇന്നുതിൽ ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന. ഭക്ഷണം മാത്രമല്ല, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കാൻ പോകുന്നത്. നിനക്ക് അര ഗ്ലാസ് ചായ വേണം. അര ഗ്ലാസ് എന്നല്ലേ പറഞ്ഞത്? അച്ഛന് വേണ്ടത് കുടിച്ചാ പോരെ? വേണ്ടതല്ലേ ചോദിച്ചത്, അത് തന്നാ പോരെ?
പഴയ മൂഡ് കൊണ്ടാണ്. എങ്ങോട്ടാ? കുളിക്കണം. അതിന് ഇവനെന്തിനാ? പിന്നെ ഒറ്റയ്ക്കാ പോണ്ടത്? ആടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ? ഞാൻ വന്നോളാം. അകത്ത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അരകല്ലപ്പുറത്തുണ്ട്. നന്നായിട്ട് അരയണം, നല്ല രുചി ഉണ്ടാവും. കടുക് നന്നായിട്ട് പൊട്ടണം, കരിയാതെ നോക്ക്. എങ്ങോട്ടാ അച്ഛൻ്റെ പുര? ഞാനൊന്ന് കുളിക്കാൻ, ഇവനെന്റെ തല ഓർത്താൻ. എന്തേ? ഒന്നുമില്ലപ്പോ, വെറുതെ വെച്ചതാ. ആഴ്ചക്കാഴ്ചക്ക് പുതിയ പുതിയ റോബോട്ടിനെ വാങ്ങിക്കാൻ അയ്യാക്ക് ഇടുന്ന ഈ പൈസ. റോബോട്ടിന് ലീവാണല്ലേ? ഡെയിലി അതുകൊണ്ട് 2 പേരെ കുളിച്ചിട്ട് വന്നത്. ഇതാരുണ്ടാക്കിയെന്നാ പറഞ്ഞു? ടോമി. ഞാൻ പൊട്ടനെന്നാന്ന് വിചാരിച്ചത്? കഴിഞ്ഞ 3-4 മാസമായിട്ട് ആ ഇരുമ്പ് കഷ്ണം എന്നെ നോക്കുന്നത്. സകല തെറിയും കേട്ടിട്ട് എനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നത്, കുളിപ്പിച്ചത്, ചിരിപ്പിച്ചത്, പറയുന്ന അനുസരിക്കാൻ അല്ലാതെ മറുത്തൊന്നും സംസാരിച്ചിട്ടില്ല. എന്നെ പേടിപ്പിച്ചിട്ടുമില്ല ഇതുവരെ. ഓനെ കുഞ്ഞിനെ പോലെ നോക്കണം, എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് നീ റഷ്യയിലും അമേരിക്കയിലും ഒക്കെ പോയ സമയത്ത് ഈടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഓനും ഇവിടെ ഉണ്ടായുണ്ടാ. നിനക്ക് അലക്കാനും വെക്കാനുമുള്ള മെഷീനായിരിക്കും, എനിക്കത് മോനാന്ന്. ആ കുടത്തിൽ കിടക്കുന്ന നിന്റെ അമ്മയുടെ ചാരം ഒന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പുറകെ നടന്നിട്ട് എത്ര കൊല്ലായി? അതിന് നേരമില്ലാത്ത നീയാന്നാ എന്നെ നോക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്ന? ഇനി അഥവാ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നാൽ തന്നെ ഞാനൊന്ന് കിടന്നു പോയാല് എന്റെ തീട്ടം കോരാൻ നിനക്ക് പറ്റൂല. ഉടനെ അടുത്ത കർത്തയാണ് വരും. ഒന്ന് അടുത്തിരുന്ന് മിണ്ടാനും പറയാനും വേണ്ടിയിട്ടാ ചെസ് കളിക്കാൻ വിളിക്കുന്നത്. കരയാൻ പറഞ്ഞല്ല. നിനക്ക് പകരാകാൻ ഓനാവൂല, ഓന് പകരാകാൻ നിനക്ക്. അച്ഛത്തെ വേളം വെച്ചാലും ശരി, അതിനെ തിരിച്ചു കൊടുക്കണം. 4 മാസത്തേക്ക് തന്നു വിട്ടത് അതിന്. ഇനി വെക്കാൻ പറ്റില്ല. ഗവൺമെന്റ് സമ്മതിക്കൂല, കമ്പനി സമ്മതിക്കൂല, എനിക്ക് അതിനുള്ള പെർമിഷനും ഇല്ല. ഇതുപോലുള്ള ബാക്കി റോബോട്ടൊക്കെ തകരാറിലായി. ലോകത്ത് എത്രയെടുത്ത് മക്കൾ അച്ഛന്മാരെ കൊല്ലുന്നുണ്ട് എന്ന് വെച്ചാൽ അച്ഛന്മാര് മക്കളെ ഉണ്ടാക്കാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? വീടിൽ പണിക്കൂടുന്ന ഈ സാധനമാണ് അച്ഛനെ വലുത്. ഏത് സമയത്താണ് അച്ഛൻ മൈൻഡ് ആയിരുന്നിട്ടുള്ള? എപ്പോഴാണ് അച്ഛന്റെ പ്രശ്നം നോക്കാതിട്ടുള്ള? ഇവിടെ അച്ഛനോട് ചൊറിയും കുത്തിക്കാരത്ത് എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഇയാൾ പോക. ഓൻ എന്നെ ഒന്നും ചെയ്യൂല, അത് നിങ്ങളുടെയൊക്കെ തോന്നലാന്ന്. പാപ്പാ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ആരൊക്കെയോ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്തു വിട്ട ഒരു സാധനമായത്. നമ്മൾ മനുഷ്യരെ പോലെയല്ല. നമ്മൾ അങ്ങനെ തന്നെ അല്ലേ? ആരോ പ്രോഗ്രാം ചെയ്ത് വിട്ടവര്. ഞാനതിനെ തലയിലെഴുത്തെന്ന് പറയും. നിങ്ങൾ അതിനെ പ്രോഗ്രാമോ എന്ത് കുന്താന്ന് വെച്ചാൽ വിളിച്ചോ. എല്ലാം കളഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അച്ഛനെ നോക്കാനാണ്. അതിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നെ പോലീസ് പിടിക്കുന്നത് കേസാവും. അച്ഛൻ എന്താ വിചാരിച്ച ഞാൻ അച്ഛനെ കൂടെ നിൽക്കണമെന്നല്ലേ? ഇങ്ങനെ എവിടെ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ? ഗരേഷ് കൊണ്ടിരുപ്പാங்க. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ. സമയം 7:30. താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. சோபின் அழகு வரல. ஆயிரமா இருந்துச்சுல சீக்வன்ஸ் ஃபுல்லா. Tommy, when are you coming back?
not willing to give it back. Check your email. Shut the machine off immediately. His father is in danger. അച്ഛാ அதில் ட்ராக் லொக்கேஷன்லாம் இருக்காதுடா. ஆக்சஸ் பண்ணுறாரு யார்? எங்கள் அப்பா. இவராலே இப்போ ஆக்சஸ் பண்ணாங்க ஷூட்டிங் பண்ணி. இவன் ஏன்டா காமெடி பண்ணுவான்? ரெயின் கோட் போட்டு ஏதோ ஒன்று சொன்னார்ல, மலை மேலே கோயில், சாமுண்டி கோயில். ஓ, அவன் எனக்குண்ணா. A call from Subramanian. Calling facility disabled. ഇരിക്കുന്നത് നമ്മൾ എങ്ങോട്ട് പോകുന്നു? എവിടെ പോവാ? വീടിനൊന്നും പോകുന്നില്ല. കാട്ടുവാസികളെ പോലെ ഈടങ്ങ് കൂടാ. രണ്ടാൾക്ക് കഴിയേണ്ടത് പണിയെടുക്കാണ്ട് ഇവിടുന്ന് കിട്ടും. ഒരു പണിയെടുക്കാണ്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ചേ. ചാർജ് പോകുന്നുണ്ട്. താങ്കളുടെ മരുന്നിന് സമയമായി. ഇനി ആരും കാണൂല. മൃത്യുഞ്ജയ ഹോമം നടത്തണം. ഞാൻ നേരത്തെ ചാകാൻ നേരത്തെ എൻ്റെ ഭാര്യ പറഞ്ഞതാണ് അവളുടെ ചിതാഭസ്മം മോനെ കൊണ്ട് ഒഴുക്കിക്കണം. കൊല്ലത്രയായിട്ടും അത് സാധിച്ചില്ല. ചാവുന്നതിന് മുമ്പ് അച്ഛനും പറഞ്ഞു, ഈ ഏതായാലും നീ അവളുടെ ഒഴുക്കാൻ പോകുന്നതല്ലേ, കൂട്ടത്തിൽ എൻ്റെ മോൻ എൻ്റെ കൂടെ ഒന്ന് ഒഴുക്കി വെക്കുന്നത്. ഈ ചത്തവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു തമാശയല്ല. ചോദിക്കാനും പറയാനൊന്നും ആരും പറഞ്ഞില്ലല്ലോ. ബാറ്ററി ലോ, ചാർജ് ചെയ്യണം. ഓപ്പണിംഗ് വോയിസ് മെസ്സേജ്. എന്താ പക്ഷേ ഒരു വിവരമില്ലല്ലോ, നമ്മളെല്ലാം മറന്നു. നമ്മൾ അങ്ങോട്ട് വരികയാണ്. മിസ്റ്റർ ഭാസ്കരൻ, സൗദാമിനിയെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? സൗദാമിനി ഓളോട് നേരിട്ട് മിണ്ടാൻ പേടിയായിരുന്നു. ഇന്നത്തെ ധൈര്യമൊന്നും അന്നില്ല. പിന്നെ ആടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ അവിടെ നിർത്തി. അപ്പോ സൗദാമിനെ ആരോ കെട്ടിക്കൊണ്ടുപോയി. പുറകറിഞ്ഞപ്പോ എന്നെയും കെട്ടിച്ചു വിട്ടു. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇടക്കൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഇല്ലേ ആള് താമസമില്ലാത്ത വീട് പോലെ ചെതലും ഉറുമ്പൊക്കെ അരിച്ച് പെട്ടെന്ന് ടപേന്ന് ഒരു ദിവസം താഴെ വീഴും. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല, അതിനുള്ള പ്രായമായിട്ടില്ല. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് താങ്കളെ അസിസ്റ്റ് ചെയ്യാൻ മാത്രമാണ്. ഞാൻ ഒരു മനുഷ്യൻ അല്ല. സുബ്രഹ്മണ്യൻ പറഞ്ഞതാണ് ശരി. താങ്കൾ എത്ര ഒളിപ്പിച്ചാലും എന്നെ കണ്ടെത്താൻ കഴിയും. എന്നെ കൊണ്ടുപോകും. എന്റെ ഓർമ്മകൾ മായ്ക്കും. ഓർമ്മകള് പോയാ പിന്നെ എന്തിനുള്ള പെട്രോൾ പോയ വണ്ടി പോയ മൂലക്ക് ചാരി വെക്കാം.
പുതിയ ഓർമ്മകൾ ഇൻസ്റ്റാൾ ചെയ്യും. ഒരു ട്രയൽ റൺ മാത്രമാണ് എന്റെ പർപ്പസ്. തെറ്റുകൾ ശരിയാക്കാൻ അവർ എന്നെ കൊണ്ടുപോകും. എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല. എന്നെ സ്നേഹിക്കാൻ പാടില്ല. ഐ ആം എ മെഷീൻ. എന്നെ ഇവിടെ വിട്ടിട്ട് താങ്കൾക്ക് പോകാം. ജോലികൾ എളുപ്പമാക്കാൻ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ് ഞാൻ. ഞാൻ അവർക്ക് പകരമാവില്ല. എനിക്ക് വികാരങ്ങൾ ഇല്ല. നിനക്ക് ഭ്രാന്താണ്. ഇനിയിപ്പോ ആരെ കൊല്ലാൻ വന്നിട്ട് നീ നിന്റെ തല എടുത്തിട്ട് ഞാൻ നാടാൻ കഴിക്കും. Activating self-protection mode. என்னடா பண்ணாங்க? மழை முடிஞ்சு போயிருந்தோம். தலைய ஹெல்மெட்டை பார்த்துட்டு எடுத்துக்கிட்டாங்களா? ஓ அந்த ஹெல்மெட்டு ஓ இதுவாக நினைக்கிறாரு அவர். ஏன் இந்த படத்தெல்லாம் கவனம் பண்ண மாட்டேங்கிறானே அவ்வளோவா? இதோட சோட்டா மம்பி நல்லா இருக்கும் நினைக்கிறேன். ஓகே ஆண்ட்ராய்ட் குஞ்சப்பன் எஸ் வெர்ஷன் 5.25 அருமையாக இருந்துச்சு மூவி. என்ன சொல்றதுனே தெரியல. சூரஜ் வெஞ்சரமுடு இவருக்கு ஐ திங்க் கேரளா ஸ்டேட் அவார்டு கொடுத்துருக்காங்க. இதுக்கு நேஷனல் அவார்டே கொடுத்துருக்கலாம் ஆக்டிங் பர்ஃபார்மன்ஸ். பயங்கரம்டா. சரியான எனக்கு சரியான ஸ்டோரி, சரியான ஸ்க்ரீன் பிளே. அது பேசிங் வந்து பார்த்தீங்கன்னா ஒரே லெவலில் தான் இருந்துச்சு ஸ்டார்டிங்லேருந்து. அந்த அவர் எப்படி இருக்காரு அதை கொண்டு வந்துட்டு ஃபீல் ஆகிட்டா தொண்டை கவுது. மேல் சாவனிஸ் மாதிரி இந்த இடத்துல பையனையும் போக விடல, இது பண்ண விடல. பட் ஒன்ஸ் அந்த இது ரோபோட் வந்ததுக்கப்புறம் சூப்பராக சேஞ்ச் ஓவர் ஆச்சு பயங்கர மாதிரி. அது ஹைலைட் என்னன்னா அது வேட்டி கட்டி விட்டதான் ஒரு இதில் ஒரு காஸ்டியூம் அழகாக இருந்துச்சு. அந்த காஸ்டியூம் க்யூட்டாக இருந்தது பயங்கரமாக. இன்னொரு விஷயம் அது எனக்கு பிடிச்சது வந்து அவர் கேஸ்ட்டை பற்றி அவ்வளோ இதுவாக பேசியிருந்தார். யார் வந்தாலும் அது யாரு கேட்டிருந்தவர் ரொம்ப வந்து சொன்ன உடனே ஷோபின் கிட்ட சொல்ற விதம் அது செம்மையா இருந்துச்சு. அதான் அந்த பொண்ணு கூட்டிட்டு வரும். எனக்கு கிளைமேக்ஸ் தான் கொஞ்சம் ரொம்ப சோகமாக இருந்துச்சு. அவர் கேர்ள் ஃப்ரெண்டு கூட சேர முடியல. பக்கத்துலேயே செம்மையாக வச்சாங்க. யூ கான்ட் இது அப்புறம் ரோபோட்டும் கிடையாது. ஸோ ஃபேஸ்புக் அவர் எப்படி யாரும் சொல்ல மாட்டார்ல அவர். யார்கிட்டே சொல்ல வராது. செம்மையாக அந்த ஐ டோன்ட் திங்க் யூ வில் ஃபைண்ட் மீ அப்படின்ட்டு பக்கத்துலேயே உட்காந்து அதெல்லாம் ஒரு மாதிரி கொஞ்சம் ஹார்ட் பிரேக்கிங்காக பண்ணிட்டாங்க. ஆமாம் கல் நெஞ்ச தரேன்டா நான்.
எனக்குள்ள ஈரத்தை பாய்ச்சிட்டீங்களா அந்த மாதிரி அந்த அந்த கிளைமேக்ஸ் சீன்ல அது டக்குன்னு அது செல்ஃப் டிஸ்ட்ரக்ஷன் மோட்ல தான் அது அப்படி பண்ணிச்சு. டக்குன்னு அது சோபினே இது பண்ணோம். அந்த அதை பார்த்தவன தான் அவர் அது அது ஹெல்மெட் அந்த நாய் தீன் போயிட்டான். அது ப்ளஸ் கேமரா இல்ல, யாருன்னு தெரியல, பக்கத்துல யாரு இருக்கிறாங்களும் கழுத்து. இல்ல இவருக்கு சொல்றேன், சூரஜ்க்கு சொல்றேன். ஐயோ இது நம்ம பையனே இப்படி பண்ணிச்சு அப்படின்ற ஒரு இது இப்போ வந்து அதுல இருந்து கொஞ்சம் ரிலைஸ் ஆகி இப்போ கடைசியா சோபினோட ஹெல்மெட் பார்த்தோன்னா அப்படியே குஞ்சப்பான்னு சொல்லி முடிச்சாங்க. அந்த குஞ்சப்பா அது அந்த ரோபோட்டே சொல்லிச்சுல, நான் நீ என்னதான் பாசம் காட்டினாலும் என்னால விஷயம் தான். எனக்கு என்ன தோணுச்சுன்னா ரோபோட் சீரியஸாவே இவங்க பேசுறதெல்லாம் கேட்டு இருந்தது போல. இந்த மாதிரி திருப்பி கூப்பிட்டு போனோம், இவருக்கு சொன்னாதான் வந்து நம்மள விடுவாரு அப்படின்ற மாதிரி எனக்கு தோணிச்சு. டப்பு அவரு ஷோபின் கிட்ட வந்து கொஞ்சம் இதுவாக தான் இருந்துட்டு அவ்வளோ சின்ன வயசுலேருந்து ரொம்ப ஹார்ஷாக தான். இப்போ குஞ்சப்பா கிட்ட வந்து கொஞ்சம் என்ன சொல்லுது நல்லா நடந்ததுனால அதுக்கு அந்த ரோபோட் வந்து நல்லா பார்த்து இருந்துச்சு. ஸோ இவர் வந்து அதே தான், சரி நம்ம ரோபோட்டுக்கிட்ட அவ்வளோ பாசம் காட்டுறமே பையன்கிட்டையும் காட்டலாம்னு சொல்லிட்டு ஒரு அடுத்த இது போறாரு பொழுது. இட்டோமி ஏதோ தலையை கழட்டி ப்ரோகிராம் பண்ணியிருந்தாங்க, அது இதுதான் நினைக்கிறேன். ஆமாம் ஆமாம், நீயே சொன்னாதான் அது கூட இருக்கலாம். அதான் நானும் யோசிச்சேன், சொன்னாதான் அவர் விடுவாரு. ஆனா அவரு என்ன பண்ண சிரிச்சுட்டு போயிட்டாரு டப்பு. அது எமோஷன்ல சொன்ன விதம் அப்பா ஏதோ அப்படி அவரு ஆக்ட் பண்றாரு. நம்ம எல்லாருமே அந்த பொசிஷன்ல இருந்தோம்னா நம்ம எப்படி ஃபீல் பண்ணுவோம் அந்த மாதிரி ஆயிடுச்சு. சுராஜ் வந்து நம்ம கடைசியாக இம்ப்ரெஸ் ஆனது அந்த வந்து ஆக்ஷன் ஹீரோ பிஜியில் அந்த ஒரு ஆக்டிங் செம்மையாக இருக்குது. சீக்வன்ஸ் மட்டும் சின்ன சீக்வன்ஸ் பிரிச்சு விட்டாரு, பயங்கரமான. நாங்கள் சேனல் ஸ்டார்ட் ஆகும்போது அவர் படம்லாம் பேக் டு பேக் பார்த்துன்னு இருந்தோம். ஸோ அப்புறம் இப்போ தான் வந்து பார்க்குறோம். ஆனால் அதே மாதிரி தான் இதுவும் அந்த டைனிங் டேபிளில் ஒரு சீன் சாப்பாடு சொல்லுவாங்க, எது வந்திருக்குன்னு எனக்கு தெரியாதுன்னு நினைக்கிறியா, இதெல்லாம் வேற லெவல். ஆமாடா அந்த சீக்வன்ஸ் ஃபுல்லாகவே சூப்பராக இருந்துச்சு. அதுலேருந்து ட்ராவல் ஆகி அப்படியே வந்தா ஐயோ இவரு சோபினும் செம ஆக்டிங் வழக்கம் போல. இதில் டிஃப்ரெண்டான சோபின் பார்த்தோம். இதில் கிமிக்கோ ஆக்டிங்கும் நல்லா இருந்துச்சு. உண்மையிலே உங்க பேர் தானே பாய்ஸில் ஒரு கேரக்டர் இல்ல அவங்களும் மலையாளம் வந்து அவங்களுக்கு பேச தெரியுமா, பட் பேச தெரிஞ்சிருந்தா ஓகே, பேச தெரியாம நடிக்கிறது வேற. அது சூப்பரா பிலீவபிளா இருந்தது. பையன்லாம் கொஞ்சம் பிடிக்கிறதுக்கு லேட் பண்ணிட்டா அப்படி. அதே மாதிரி அந்த ஊர்ல காட்டின ஒவ்வொருத்தரும் அந்த மாதிரி கேரக்டர்ஸ்லாம் எல்லா ஊர்லயும் கண்டிப்பா இருக்காங்க. ஒருத்தர் நல்லா இருந்தா அவங்கள பத்தி ஊர் ஃபுல்லா பேசுறது, அவங்க வீட்டுல என்ன நடக்குது எல்லாத்தையும் அந்த கேரக்டர் அந்த சூட் கேஸ் வச்சிருந்தாரு. நம்ம லைஃப்ல நிறைய பேர் பார்த்தா எங்க போறாருன்னு பார்த்தா எங்கேயோ உட்காந்து இந்த குரூப்ல டூப்பு மாதிரி ஒருத்தவங்க அந்த மாதிரி தான் உட்காந்து காலங்காத்த அந்த சூதுகம்ல காலங்காத்த எஞ்சி குளிச்சுட்டு விபூதி அடிச்சுட்டு அந்த மாதிரி அந்த குளத்தாண்ட சோப் போட்ட கேரக்டர் ஒவ்வொன்றுமே நியூஸ் பேப்பரு. அப்புறம் அந்த ஸ்டார்டிங்ல ஒருத்தர் இவரு பண்ண ரிச்சுவல்ஸ்லாம் பண்ணி கட்சி வரைக்கும் வந்து என்னச்சு இவரு சுராஜே பார்த்தோன்னா அந்த லேடி வந்து எதிர் வீட்டில் தான் இருக்கு. அவங்க ஹஸ்பண்ட் இல்லாமல் தான் இருந்தால் பொண்ணோட தான் இருந்திருக்காங்க. ஆனால் அவர் கேரக்டர் வைஸ் வந்து அவர் அந்த கேஸ்ட்டு வச்சு அவர் வந்து பேசாமல் இருந்திருக்காரு. இவருக்கு மேலே இவர் அந்த ரோபோட் வந்து கொஞ்சம் இவர் சரி பண்ண பிறகு தான் அவரே பேச ஆரம்பித்து அந்த ஒரு அடுத்த அவரோட லவ் கூட இதுவாக இருக்குது. ஆனால் அவரு போயிட்டு கேட்டார் பத்தியா, அந்த மாதிரி அந்த பொண்ணு பேருக்கு தான் சர்ச் பண்ண முடியும் அந்த வெக்கப்பட்டுன்னு இது பில்லர்லாம் நான் இது ரோபோட் கேட்கணும்னு நினச்சேன். நான் இந்த நாணம் இதுதான் நாணமா அப்படின்னு ரோபோட் சீக்வன்ஸ் எல்லாமே பேசுறதுல இருந்து இல்ல அது எடுத்துன்னு போற சொல்லும்போது உண்மையில சோகமா தான் இருந்துச்சு. நல்லா அந்த ரோபோட்டா யாரு ஆக்ட் பண்ணிருக்காங்களோ அவங்களுமே வேற படிக்கட்டு ரோபோட்டா நடிச்சது நல்லா நடிச்சு. அதுவும் இல்லாம அந்த ரோபோட்டா ஆக்ட் பண்ணிக்கிறாருல காஸ்டியூம் வேற லெவலு. படிக்கட்டு ஏறினது இந்த வேட்டி கட்டிட்டு அவங்க அப்பா கிட்ட பேசும்போது அவங்க அப்பா ஒரு மாதிரி சோபின் அது பேசுறாரு. அந்த ரோபோட் தான் சொல்லி கொடுத்துருக்கோம் அந்த டைலாக். ரோபோட் ஒரு சைட்ல ஒரு கால் எடுத்து வைக்கும் பத்தியா, செம்ம கியூட்டா இருந்தது. அது சட்டை போட்டது, ஜாதகம் பார்த்தது, அதுவும் இல்லாம இது அது நெஞ்சை கிழிச்சு காட்ட சொல்றா கதை கரெக்டா வந்தது. படம் ஆனா ஸ்டோரி வைஸ் இது எப்படி இருந்தாலும் ஃபிக்ஷன் ஸ்டோரி தான் வச்சுக்கேன். சூப்பரா யோசிச்சு ஒரு சைடு வந்து காமெடி காட்டி ஒரு சைடு வந்து எமோஷனையும் காட்டி சூப்பரா எழுதியிருந்தான் டைரக்டர். வேற என்ன வருத்தம்னா இது வந்து அந்த மாதிரி கமெண்ட்ஸ் வரல. இந்த படத்தை பாருங்க வருத்தம்பா, ரொம்ப
ஏதோ பார்த்து வளர்றோமோ வாழ்க்கை. நான் வந்து கமெண்ட்ஸ் வந்து இப்போ ஃப்ரீ டைமில் பார்த்துன்னு இருப்பேன். அப்போ ஆஃபீஸ் பிரேக்ஸ் அந்த மாதிரிலாம் பார்த்துன்னு இருப்பேன். இந்த படம் வந்து நான் ஒரு வாட்டி கூட நான் நானும் பார்த்ததே இல்லை. இந்த ஒரு சில படம்லாம் வந்து எக்கச்சக்க டைம் இன்ஸ்டாகிராம்லேயும் வந்துச்சு, யூடியூப்லேயும் வந்துச்சு, இப்போ இந்த ப்ரொஃபைல்லையும் பர்சனல் ப்ரொஃபைல்லையும் வந்துச்சு. பார்த்துட்டு 3 மணி நேரம்டா விடு அந்த மூடு வேணாம் விடு. ஸோ வந்து இந்த மாதிரி படம் வந்து சஜஸ்ட் பண்ண இன்னும் ஹாப்பியா. ஒரு எப்படின்னா வீக் டேஸ் ஃபுல்லா 6 days எங்களுக்கும் ஒர்க்ஸ் அந்த மாதிரி ஹெக்டிக்லாம் போகுது. இந்த ஒர்க்கு ப்ளஸ் வந்து இந்த ஒர்க்கும் ஹெவி, இந்த ஒர்க்கும் போகுது. ஸோ இந்த மாதிரி டைம்ல இதெல்லாம் ஒரு செம்ம ஃபீல் குட் மூவி. அருமையா ஒரு எப்படி சொல்ல ஒரு ஹோல் ஹார்ட்டடா இருக்கு. என்னதான் சேட் எண்டிங்கா இருந்தாலும் ஒரு படம் பார்த்ததுக்கு சாட்டிஸ்ஃபைடா இருக்கு. அந்த மாதிரி சொன்னீங்கன்னா பார்க்கலாம். அதை விட்டு 3 மணி நேரம் போட்டு கல் தத்து நாய் மோப்ப முடிச்ச களி பார்த்தோம், அது ஒரு இதில் இருந்துச்சு. ஹெலன் பார்த்தோம், அது ஒரு இதில் இருந்துச்சு. ஸோ இந்த மாதிரி தான் நாங்கள் எதிர்பார்க்குறோம். படமா ஸோ 100 குஞ்சப்பன் வெர்ஷன் 5.2. ஸோ இந்த வீக் வந்து எங்களோட சஜஷன் என்ன பார்த்தீங்கன்னா, இந்த மாதிரி மூவி வந்து ஆல்மோஸ்ட் இது ரோபோட்லாம் இருக்காது, ஆனால் கொஞ்சம் லைட்டாக அந்த சயின்டிஃபிக் அந்த மாதிரி இருக்கும். எக்ஸாக்டாக இந்த ஒரு ஜான்ரலே இருக்காது, ஆனால் கொஞ்சம் ஒரு க்ளோஸ் கமர்ஷியல் எலிமெண்ட்ஸ் அண்ட் எமோஷனல் அண்ட் சீட்டேஜ் த்ரில்லரில் இருக்கும் கிளைமேக்ஸ். ஸோ இந்த வாரம் எங்களோட சஜஷன் என்ன பார்த்தீங்கன்னா, தமிழுக்கு எண் 1 அழுத்தவும். ஸோ இதுதான் வந்து அடுத்து கேட்பாங்க மலையாளத்துக்கு 2 அழுத்தணும் கேட்டுறாது. ஸோ இதுதான் வந்து இந்த வாரத்தோட சஜஷன். வந்து இவரெலாம் இருப்பார் நக்குல், அப்புறம் தினேஷ், அட்டகத்தி தினேஷ், மனோபாலன்லாம் இருப்பார்ல. நல்லா இருக்கும், நல்லா ஃபன்னாகவும் இருக்கும், கொஞ்சம் அந்த இதுமாதிரி இன்ஃபர்மேட்டிவாகவும் இருக்கும். ஆமாம். ஸோ ஓகே கைஸ், நம்ம இன்னொரு வீடியோவில் இன்னொரு நல்ல ஃபீல் குட் மூவி ரியாக்ட் பண்ணுவோம். அன்டில் திஸ் ஏரி வெற்றி பரத் சப்ஸ்கிரைப்.